Okay, so once again, good morning to all. Okay, ആണോ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? How are you all? Good morning, Miss. Yeah, morning. സുഖമായിട്ടിരിക്കുന്നു. ഓക്കെ, സ്ട്രെങ്ത് കുറവാണല്ലോ. സ്റ്റാർട്ട് ചെയ്യാം നമുക്ക്. ഓക്കെ, അപ്പോൾ സ്റ്റാർട്ട് ചെയ്തോളൂ കേട്ടോ. Let's start today's class with the prayer, thought of the day and signing. Prayer ഞാൻ ചൊല്ലാമേ. Okay. Good morning Ashwati ma'am and good morning all. Prayer. Thank you Lord for the word that sing. Thank you Lord for the everything. Okay ma'am, thank you. ചെറിയ കുഞ്ഞു പിള്ളേരെ prayer ആണ്. Yeah, okay തങ്കമണി. And next. നെക്സ്റ്റ് എന്താ? Thought of the day or signing? Miss, thought of the day ഞാൻ പറയാം. Okay. നമുക്കിന്ന് ആരോഗ്യ റീജു ഒന്ന് വോയിസ് ഒന്ന് ചെക്ക് ചെയ്യാമോ? ധാരാളമുള്ള ഒരു പഴമാണ് മുന്തിരി. മുന്തിരിനെ റേഞ്ച് കുറിച്ചിട്ട് കുറച്ച് കാര്യങ്ങൾ അറിയാം. ഇത് വിറ്റാമിനുകളും ആന്റി ഓക്സിഡന്റുകളും ശരീരത്തിന് പല വിധത്തിലുള്ള ഗുണങ്ങൾ നൽകുന്നു. മിസ് ഇപ്പൊ കേൾക്കുന്നുണ്ടോ? കേൾക്കാം, പറഞ്ഞോളൂ. ഹൃദയാരോഗ്യം മെച്ചപ്പെടുത്തുന്നു. മുന്തിരിയിൽ അടങ്ങിയിരിക്കുന്ന പൊട്ടാസ്യം രക്തസമ്മർദ്ദം നിയന്ത്രിക്കാൻ സഹായിക്കുന്നു. കൂടാതെ ഇതിലെ പോളിഫെനോളുകൾ കൊളസ്ട്രോൾ കുറയ്ക്കാനും ഹൃദയസ്തംഭന സാധ്യത ഒഴിവാക്കാനും സഹായിക്കുമെന്ന് വ്യക്തമാക്കുന്നു. രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്നു. വിറ്റാമിൻ സി, വിറ്റാമിൻ കെ എന്നിവയുടെ കലവറയാണ് മുന്തിരി. ഇത് ശരീരത്തിന്റെ രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാനും അണുബാധകളെ തടയാനും സഹായിക്കുന്നു. കണ്ണിന്റെ ആരോഗ്യം. മുന്തിരി പോലുള്ള ലൂട്ടീൻ, സിയാക്സാദിൻ എന്നീ ഘടകങ്ങൾ കണ്ണുകളെ അൾട്രാവയലറ്റ് രശ്മികളിൽ നിന്ന് സംരക്ഷിക്കുകയും കാഴ്ചശക്തി വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു. ചർമ്മ സൗന്ദര്യം. മുന്തിരിയിലെ ആന്റി ഓക്സിഡന്റുകൾ ചർമ്മത്തിലെ ചുളിവുകൾ മാറ്റാനും സൂര്യപ്രകാശമേറ്റുണ്ടാകുന്ന കരുവാളിപ്പ് കുറയ്ക്കാനും സഹായിക്കുന്നു. ദഹനത്തിന് സഹായിക്കുന്നു. മുന്തിരിയിൽ ജലാംശവും നാരുകളും ധാരാളമുണ്ട്. ഇത് മലബന്ധം ഒഴിവാക്കാനും ദഹനം സുഗമമാക്കാനും സഹായിക്കുന്നു. ഓർമ്മശക്തി വർദ്ധിപ്പിക്കുന്നു. തലച്ചോറിലെ രക്തയോട്ടം വർദ്ധിക്കുന്നതിലൂടെ ഓർമ്മശക്തിയും ഏകാഗ്രതയും കൂട്ടാൻ മുന്തിരി കഴിക്കുന്നത് നല്ലതാണെന്ന് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നു. പ്രമേഹ നിയന്ത്രണം. കുറഞ്ഞ ഗ്ലൈസമിക് ഇൻഡെക്സ് ഉള്ളതിനാൽ പ്രമേഹ രോഗികൾക്ക് ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മിതമായ അളവിൽ മുന്തിരി കഴിക്കാവുന്നതാണ്. ശ്രദ്ധിക്കുക, പച്ചമുന്തിരിയേക്കാൾ ഗുണങ്ങൾ കറുത്ത മുന്തിരിയിലാണെന്ന് പറയപ്പെടുന്നു. താങ്ക് യു മിസ്. Yeah. Okay, Riju. Then sign in. Good morning, ma'am, and good morning, friends. A warm and heartily welcome to our dear Ashwati ma'am and all my lovely friends. We are happy to have you all here. Let's make today's class meaningful and enjoyable. Thank you. Okay, Bismillah. മിസ്സേ തോട്ട് ആരും പറയാനില്ലാത്തോണ്ട് ഞാൻ കയ്യിൽ നിന്ന് ഇവിടെ ഉള്ളതിലൊന്നും എടുത്തിട്ടിട്ട് കേട്ടോ. Yeah, it's okay. Clear. Okay. അപ്പോ ബാക്ക്ഗ്രൗണ്ട് കണ്ടപ്പോ എന്തെങ്കിലും തോന്നിയായിരുന്നു? എന്തോ ഹാർട്ട് ഫാറ്റ് കണ്ടോളൻസ് ഞങ്ങള് ഫാദർ ഇൻ ലോനെ കുറിച്ച് അറിഞ്ഞായിരുന്നു. ആതിര മാം പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നത്തേക്കാ മാം അതിന്റെ കർമ്മങ്ങളൊക്കെ എന്നത്തേക്ക് ഫ്യൂണറൽ വെച്ചിരിക്കുന്നത്? നോ ഐഡിയ. അവിടെ ഡിസ്പാച്ച് ചെയ്തോ? ഇല്ല, നമുക്ക് ടിക്കറ്റ് ഇതുവരെ ഓക്കെ ആയിട്ടില്ല. അപ്പോ അതിന്റെ പുറകെയാണ് ഇപ്പോൾ. ടിക്കറ്റ് ഓക്കെ ആണെങ്കിൽ കൺഫേം ചെയ്തിട്ട് നമുക്ക് അറിയാൻ പറ്റും. ഇതുവരെയും നമുക്ക് ബാക്കിയെല്ലാം ഓക്കെയാണ്. പേപ്പർ വർക്കും കയ്യിലൊക്കെ കഴിഞ്ഞു. ദെൻ ഇനി ടിക്കറ്റ് എടുക്കണം. സോ അപ്പൊ അതിന്റെ
ഓട്ടത്തിലാണ് ഇപ്പോ. അത് കഴിയുമ്പോഴേ നമുക്ക് അറിയാൻ പറ്റും. ഞങ്ങളുടെ M18 ബാച്ചിന്റെ എല്ലാവിധ കണ്ടോളൻസസ് മാം. ഓക്കെ, അപ്പോ ടോപ്പിക് വിടാട്ടോ, നമുക്ക് ക്ലാസ്സിലേക്ക് പോവാം. അപ്പോ നമുക്ക് എന്താണ് ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടല്ലോ അല്ലെ? ഓക്കെ ആണോ നിങ്ങക്ക്? എല്ലാവർക്കും ഓക്കെ ആണല്ലോ? എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടെങ്കിൽ പറയണേ. ഓക്കെ, അപ്പോൾ ക്ലാസ് മിസ് ചെയ്യണ്ടെന്ന് വിചാരിച്ച് കയറിയതാണ്. കാരണം നമുക്കിവിടെ ഒന്നും ആയിട്ടില്ല. അപ്പൊ ഞാൻ വീട്ടില് ചുമ്മാ ഇരിക്കാണ് എന്ന് പറയാം. പക്ഷെ ചുമ്മാ ആണെങ്കിലും സിറ്റുവേഷൻ വളരെ മോശമാണ്. എന്നാലും നമുക്ക് പോഷൻ പോകണം. എത്ര നാള് ഇങ്ങനെ അറിയില്ല. നമുക്ക് എന്തെങ്കിലും ആയാൽ മാത്രമേ കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റുള്ളൂ. അപ്പോൾ എന്തായാലും ഓഫീസിൽ പോകാൻ പറ്റില്ല. അപ്പൊ പിന്നെ ക്ലാസ് നമുക്ക് എടുക്കാന്ന് വിചാരിച്ച് ഞാൻ ജോയിൻ ചെയ്തതാണ്. അതും എത്ര നാളത്തേക്കാണ് ഇങ്ങനെയെന്ന് പറയാൻ പറ്റില്ല കേട്ടോ. ചിലപ്പോൾ പെട്ടെന്നായിരിക്കാം, അറിയില്ല. ഓക്കെ, അപ്പൊ അതുവരെ നമുക്ക് വീട്ടിലിരുന്ന് എടുക്കാം എന്നൊരു തീരുമാനത്തിലാണ്. ഓക്കെ, അപ്പൊ എന്തെങ്കിലും ചെറിയ ചെറിയ റേഞ്ച് ഇഷ്യൂസ് ഉണ്ടെങ്കിൽ മാം ഇപ്പൊ മാമിന്റെ ഹസ്ബൻഡിന്റെ വീട്ടിലാണോ ഉള്ളത്? അതെ. ഇവിടെ ഇപ്പോ ഞാനും അമ്മയും ഒരു അമ്മായി മാത്രമേ ഉള്ളൂ. ഈ അമ്മയ്ക്ക് ഒന്നും അറിയില്ല, അതുകൊണ്ട് എനിക്ക് അധികം സൗണ്ടിൽ സംസാരിക്കാൻ പറ്റില്ല. ഓക്കെ, നമുക്ക് ടോപ്പിക്ക് മാറ്റാം. ബാക്കി ആതിരമിസ് വേണമെങ്കിൽ കാര്യം ഞാൻ പറയാം കേട്ടോ. അപ്പൊ ആതിരമിസ് പറയും. എനിക്ക് അധികം നേരം കാര്യം സംസാരിക്കാൻ പറ്റില്ല വീട്ടിലിരുന്ന്. ഓക്കെ, ഓക്കെ, അപ്പോ ക്ലാസ്സിലേക്ക് പോവാം. നമുക്ക് ടോപ്പിക്കിലേക്ക് പോവാം കേട്ടോ. ഇനി പോർഷൻ നമുക്ക് മാറ്റാം. ഇനിയിപ്പോ പ്രപ്പോസിഷൻ നമ്മൾ കംപ്ലീറ്റ് ചെയ്തു, കുറച്ച് നമ്മൾ സംസാരിച്ചു അല്ലെ. ഇനി അടുത്തത് ടെൻസ് ആണ് കേട്ടോ. അപ്പൊ ചാപ്റ്റർ 4 ടെൻസിലേക്കാണ് പോകുന്നത് കേട്ടോ. ഓക്കെ, അപ്പോ ക്ലാസ്സിൽ ശ്രദ്ധിക്കാട്ടോ, എല്ലാവരും ശ്രദ്ധിക്കുക. നമുക്ക് നോട്ട്ബുക്ക് എടുക്കാം. നോട്ട്ബുക്ക് ആവശ്യമാണ്. കുറച്ച് നോട്ട്സ് എഴുതാനുണ്ട്. ഞാൻ പിന്നെ സ്ക്രീൻ ഷെയർ ചെയ്തിട്ടുണ്ട്. ഞാൻ പറയാം, അതിൽ എഴുതാൻ പറയുമ്പോൾ മാത്രം എഴുതിയെടുത്താൽ മതി കേട്ടോ. അത് കഴിഞ്ഞാൽ നമുക്കൊന്ന് ക്ലാസ് ശ്രദ്ധിച്ചിരിക്കാം. ദെൻ എഴുതാൻ പറയുമ്പോൾ എഴുതാം. ഓക്കെ, ക്ലാസ് എത്രത്തോളം ഓക്കെ ആണെന്ന് എനിക്ക് അറിയില്ല. ഞാൻ എന്തൊക്കെയോ പറയുന്നുണ്ട്. ഓക്കെ ആയാണ് വിശ്വസിക്കുന്നു. ഓക്കെ, അപ്പോ ഒന്ന് എക്സ്ക്യൂസ് ചെയ്യാം. പിന്നെ ഫസ്റ്റ് ടൈം ആണ് ഇങ്ങനെ ക്ലാസ് എടുക്കുന്നത്. അപ്പൊ അതിൻ്റെതായ ഒരു ബുദ്ധിമുട്ട് എനിക്കുണ്ട്. നമുക്ക് ആ ഒരു ആംബിയൻസ് വിട്ടപ്പോ ക്ലാസ്സിന്റെ അല്ലെ ഒരു ഇതുണ്ട്. അപ്പൊ വിഷമിക്കണ്ട മിസ്സേ, നമ്മളെല്ലാം മിസ്സിന്റെ കൂടെ തന്നെ ഉണ്ട്. നോ പ്രോബ്ലം. ഓക്കെ, അപ്പോ സ്റ്റാർട്ട് ചെയ്യാം. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ ടെൻസിലേക്ക് പോവാണ് കേട്ടോ. ശ്രദ്ധിച്ചിരിക്കുക എല്ലാവരും. നമുക്കിപ്പോ വി ഹാവ് 3 ടെൻസ്: പ്രസന്റ്, പാസ്റ്റ് ആൻഡ് ഫ്യൂച്ചർ. എല്ലാവർക്കും അറിയാവുന്നൊരു കാര്യമാണ് അല്ലെ? പ്രസന്റ്, പാസ്റ്റ്, ഫ്യൂച്ചർ. ഇതില് നമ്മൾ എല്ലാ ടെൻസും നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. അപ്പൊ മലയാളം സംസാരിക്കുമ്പോഴാണെങ്കിൽ പോലും നമ്മൾ ടെൻസ് യൂസ് ചെയ്തിട്ടാണ് മലയാളം സംസാരിക്കുന്നത്. എല്ലാവർക്കും അറിയാം അല്ലെ? കഴിഞ്ഞു പോയ കാര്യങ്ങളും ഇനി വരാൻ പോണ കാര്യങ്ങളും നമ്മൾ ആ രീതിക്ക് തന്നെയാണ് പറയുന്നത്. അപ്പൊ ഏതൊരു ലാംഗ്വേജ് നമ്മൾ സംസാരിക്കുമ്പോഴും നമ്മൾ ടെൻസ് യൂസ് ചെയ്തുകൊണ്ടാണ് സംസാരിക്കുന്നത്. അല്ലാതെ ഇംഗ്ലീഷിന് മാത്രം അല്ല ഈ ടെൻസ് ഉള്ളത്. അത് ആദ്യം മനസ്സിലാക്കാം. ഓക്കെ, പിന്നെ ഇംഗ്ലീഷ് നമുക്ക് ടെൻസ് അത് ഇത്രയും ബുദ്ധിമുട്ടായത് നമ്മൾ ഏതൊരു ലാംഗ്വേജും ഏതൊരു ലാംഗ്വേജും വേണ്ട, മലയാളം എടുക്കാം. മലയാളം നമ്മൾ ആദ്യം സംസാരിക്കാനൊക്കെയാണ് ആദ്യം പഠിച്ചത് അല്ലെ? അപ്പോൾ നമുക്ക് ടെൻസിനെ കുറിച്ച് നമ്മൾ അത്രയും ബോധേഡ് ആയിരുന്നില്ല. പക്ഷെ ഇംഗ്ലീഷ് എന്ന് പറയുമ്പോൾ നമ്മൾ ആദ്യം എന്താണ് എഴുതാൻ പഠിച്ചു. സ്റ്റെഫി മ്യൂട്ട് ചെയ്യാട്ടോ. ഓക്കെ, അപ്പോ മലയാളം എന്ന് പറയുമ്പോൾ നമ്മൾ ആദ്യം സംസാരിക്കാൻ പഠിച്ചു അല്ലെ? ഇംഗ്ലീഷ് എങ്ങനെയാണോ? ഇംഗ്ലീഷ് നേരെ നമ്മൾ എഴുതാൻ പഠിച്ചു അല്ലെ? പിന്നെ വായിക്കാൻ പഠിച്ചു, പിന്നെയാണ് സംസാരിക്കാൻ പഠിക്കുന്നത്. പക്ഷെ സംസാരിക്കാൻ പഠിക്കുമ്പോൾ എന്താ ആദ്യം പറ്റിയ? ടെൻസ് അറിയില്ല. പിന്നെയാണ് നമ്മൾ ടെൻസിനെ കുറിച്ച് അറിയുന്നത്. അയ്യോ ടെൻസ് ഉണ്ടല്ലോ, അത് ഭയങ്കര ടഫ് ആണല്ലോ, പഠിച്ചാൽ കിട്ടുന്നില്ലല്ലോ എന്നൊക്കെ നമുക്ക് ആ ഒരു തോട്ട് നമുക്ക് ഓൾറെഡി ഉണ്ട്. നമ്മൾ അതിനെക്കുറിച്ചാണ് നമ്മൾ കൂടുതലും ടെൻഷൻ ആവുന്നത് അല്ലെ? ടെൻസ് ഭയങ്കര ടഫ് ആണെന്ന് നമ്മൾ ഓൾറെഡി നമ്മുടെ മനസ്സിലുണ്ട്. കാരണം പഠിച്ച സമയത്ത് നമുക്ക് ടെൻസ് കിട്ടിയിരുന്നില്ല, മനസ്സിലാക്കാൻ പറ്റിയിരുന്നില്ല. അതിന്റെ ഒരു ബുദ്ധിമുട്ടില്ല. നമ്മൾ ടെൻസ് ടഫ് ആണ് എന്ന് നമ്മുടെ മൈൻഡ് ഓൾറെഡി നമ്മൾ രജിസ്റ്റർ ചെയ്ത് വെച്ച കാര്യമാണ് അല്ലെ? അപ്പൊ നമുക്ക് അതിൽ നിന്ന് മാറ്റാം. ടെൻസ് നമുക്ക് എന്തായാലും ഈ ക്ലാസ്സോട് കൂടി അല്ലെങ്കിൽ മോണ്ടിസോറി നമ്മുടെ ഈ കോഴ്സോട് കൂടി അല്ലെങ്കിൽ ഇംഗ്ലീഷ് ക്ലാസ്സോട് കൂടി നമ്മൾ ടെൻസ് പഠിക്കും കേട്ടോ. മാക്സിമം ക്ലാസ്സിൽ ശ്രദ്ധിച്ചിരിക്കുക. അറിയാലോ, ഇമ്പോർട്ടന്റ് ആണ്, വളരെയധികം ഇമ്പോർട്ടന്റ് ആയ ഒരു ചാപ്റ്റർ ആണ്. അത് എക്സാം വൈസ് ആണെങ്കിൽ പോലും അല്ലെങ്കിലും നോർമലി നമുക്ക് ഈ ഒരു ഇംഗ്ലീഷ് ഹാൻഡിൽ ചെയ്യണം അല്ലെങ്കിൽ സംസാരിക്കണമെങ്കിൽ ടെൻസ് ആവശ്യമാണ്, അറിഞ്ഞിരിക്കേണ്ട ആവശ്യമാണ്.
ഓക്കെ, കുറച്ച് കാര്യങ്ങൾ സംസാരിച്ച ശേഷം മാത്രമാണ് ഞാൻ ക്ലാസ് എടുക്കുള്ളൂ. അപ്പോ അതിൽ ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മളിപ്പോ എല്ലാവരും മിക്കവരും പറയുന്നുണ്ട് നമുക്ക് ടെൻസ് ഇല്ലെങ്കിലും സംസാരിക്കാൻ പറ്റും, ഇംഗ്ലീഷ് നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റും. അത് സത്യമാണ് കേട്ടോ. ടെൻസ് വേണമെന്നില്ല. നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെങ്കിൽ ഇത് ഏത് ലാംഗ്വേജ് ആണെങ്കിലും കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് ടെൻസിന്റെ ആവശ്യമില്ല. ശരിക്കും ലാംഗ്വേജ് എന്തിനാണ്? കമ്മ്യൂണിക്കേഷൻ ആണ്. നമ്മൾ പറയുന്ന കാര്യങ്ങൾ കൺവേ ആകണം. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ലാംഗ്വേജ് അല്ലെ നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇപ്പൊ നമ്മൾ ഇംഗ്ലീഷ് ഒന്നും അറിയാത്ത ഒരാള് നമ്മൾ പുറത്തോട്ട് പോയി വിചാരിക്കും, ഇന്ത്യക്ക് വെളിയിൽ പോയി, നമ്മൾ എങ്ങനെയും സംസാരിക്കും അല്ലെ? അവിടെ നമ്മൾ ടെൻസ് അല്ല നോക്കുന്നത്. കാരണം നമ്മൾ പറയുന്ന കാര്യം അവർക്ക് മനസ്സിലാക്കണം. അതിനുവേണ്ടി നമ്മൾ എങ്ങനെയെങ്കിലും അതെ സൈൻ ലാംഗ്വേജ് ആണെങ്കിലും അല്ലെങ്കിൽ ചെറിയ ചെറിയ ഇംഗ്ലീഷ് വേർഡ്സ് ആണെങ്കിലൊക്കെ വെച്ചിട്ട് നമ്മൾ അത് മാനേജ് ചെയ്യും ആ സിറ്റുവേഷൻ. അങ്ങനെയാണോ ശരിക്കും നമ്മൾ സംസാരിക്കേണ്ടത്? അല്ലെ, നമുക്ക് അങ്ങനെയും സംസാരിക്കാൻ പറ്റും. പക്ഷേ നമ്മൾ സംസാരിക്കേണ്ടത് ആ രീതിക്കാണോ? അല്ല, പ്രോപ്പറായിട്ട് തന്നെ പറയണം. ഇപ്പൊ പറയുന്ന കാര്യമാണെങ്കിൽ അത് കറക്റ്റ് ടെൻസും കറക്റ്റ് ഒരു വൊക്കാബുലറിയും അല്ലെ എല്ലാ കാര്യങ്ങളും നമ്മൾ ഇൻക്ലൂഡ് ചെയ്യുമ്പോഴാണ് നമ്മൾ സംസാരിക്കുന്നത് കറക്റ്റ്ലി അവർക്ക് കൺവേ ആകുള്ളൂ. അതായത് ഇപ്പൊ ഫോർ എക്സാമ്പിൾ നമ്മൾ പറയാണ്, ഞാൻ അവിടെ പോയിരുന്നു എന്നാണ് നമ്മൾ ഉദ്ദേശിച്ചത്. ഇപ്പൊ ഞാൻ ഇന്നലെ അവനെ കണ്ടു എന്നാണ് നമ്മൾ പറയാൻ ആഗ്രഹിക്കുന്നതെങ്കിൽ, പക്ഷെ നമ്മൾ പറയുന്നത് എന്തായിരിക്കും? ഞാൻ അവനിപ്പോ കാണുന്നു, അല്ലെങ്കിൽ ഞാനിപ്പോ അവനോട് സംസാരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ രണ്ടും രണ്ടല്ലേ? അല്ലെ? ഇപ്പൊ ഞാൻ അവിടെ പോയിരുന്നു എന്നാണ് നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത്. ഇപ്പൊ ഞാൻ നിങ്ങളോട് പറയാൻ ഉദ്ദേശിക്കുന്നത് ഞാൻ അവിടെ പോയിരുന്നു എന്നാണ്. പക്ഷെ ഞാൻ പറയുന്നത് ഞാൻ ഇവിടെ പോയി എന്നാണെങ്കിൽ രണ്ടും രണ്ടാണ്. ഒരെണ്ണം പാസ്റ്റും ആണ് അല്ലെ? ശരിയല്ലേ? അപ്പൊ നമ്മൾ പറയുന്ന കാര്യം ഏത് ടെൻസ് ആണ് എന്ന് അറിഞ്ഞാൽ മാത്രമല്ലേ നമുക്ക് ആ സെന്റൻസ് കംപ്ലീറ്റ് ആയിട്ട് യൂസ് ചെയ്യാനും അല്ലെങ്കിൽ കംപ്ലീറ്റ് ആയിട്ട് ആ ഒരു സെന്റൻസ് നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ടെൻസ് അറിഞ്ഞാലേ അത് നടക്കൂ. കാരണം നമ്മൾ പറയുന്ന കാര്യങ്ങൾ കറക്റ്റ് ആയിട്ട് അവിടെ കൺവേ ആകണം. ഓക്കെ, എനിക്കിപ്പോ ഒരു വെള്ളം വേണമെന്നാണെങ്കിൽ അത് വെള്ളം വേണമെന്ന് തന്നെ പറയണ്ടേ? അതായത് ഞാൻ വെള്ളം കുടിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് കാര്യമുണ്ടോ? ഇല്ല. ആൾക്ക് മനസ്സിലാവുന്ന എന്താണ്? നമ്മൾ ചോദിക്കാൻ ഉദ്ദേശിക്കുന്ന വെള്ളം വേണമെന്നാണെങ്കിൽ നമ്മൾ ചോദിക്കുന്നത് വെള്ളം കുടിച്ചു എന്നാണ്. അങ്ങനെ പറയുന്ന അങ്ങനെ ആയിരിക്കും. അപ്പൊ ആൾക്കത് കൺവേ ആവുന്നില്ല. അത് ടെൻസിന്റെ മിസ്റ്റേക്ക് ആണ് കേട്ടോ. കറക്റ്റ് നമ്മൾ പ്രോപ്പർ ആയിട്ട് ആ ടെൻസ് യൂസ് ചെയ്യുകയാണെങ്കിൽ മാത്രമാണ് നമ്മൾ പറയുന്ന കാര്യം മറ്റുള്ളവർക്ക് അത് കൺവേ ആകൂ. ക്ലിയർ ആയോ? അതുകൊണ്ട് തന്നെ ടെൻസ് വളരെയധികം ഇമ്പോർട്ടന്റ് ആണ്. അതുകൊണ്ട് ടെൻസ് അറിഞ്ഞാൽ മാത്രമേ നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റൂ എന്നതിൽ അർത്ഥമില്ല. പക്ഷേ നമുക്ക് പ്രോപ്പർ ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് ടെൻസ് അറിഞ്ഞേ പറ്റൂ, നിർബന്ധമാണ്. അതുകൊണ്ട് ഇപ്പൊ നമ്മൾ കേട്ടിട്ടുണ്ട്, ഇപ്പൊ കോഴ്സ് ഒക്കെ വരുമ്പോ അല്ലെ, ഇംഗ്ലീഷ് കോഴ്സ് ഒക്കെ നമ്മൾ കേൾക്കാറുണ്ട്, ടെൻസിന്റെ ആവശ്യമില്ലാതെ നമുക്ക് സംസാരിക്കാൻ പഠിക്കാം. എങ്ങനെ പറഞ്ഞാലും അവർ ടെൻസ് പഠിപ്പിക്കും. ടെൻസ് പഠിക്കാതെ നമുക്ക് ആ രീതിയിൽ പ്രോപ്പർ ആയിട്ട് ഒരു സെന്റൻസ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല. വിതൗട്ട് എനി മിസ്റ്റേക്സ് നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, അതുകൊണ്ട് ടെൻസ് എന്തായാലും പഠിക്കണം. അതുകൊണ്ട് ടെൻസ് ഇല്ലാതെ നമുക്ക് സംസാരിക്കാൻ പറ്റും എന്നതിൽ എനിക്ക് ആസ് എ പേഴ്സൺ എനിക്ക് അത്രയും ഞാനത് അഗ്രി ചെയ്യുന്ന ഒരാളല്ല കേട്ടോ. ഓക്കെ, അപ്പോൾ ടെൻസ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ടെൻസ് എങ്ങനെ നമുക്ക് ഈസി ആയിട്ട് പഠിക്കാം എന്നതാണ് നമ്മളിപ്പോ നോക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ പറഞ്ഞു വന്നത് നമുക്ക് വി ഹാവ് 3 tense. ഫസ്റ്റ് വൺ ഈസ് പ്രസന്റ് ആൻഡ് ദ സെക്കൻഡ് വൺ പാസ്റ്റ് ആൻഡ് ഫ്യൂച്ചർ. ഓക്കെ, ഈ 3 ടെൻസിലും 4 ആക്ഷൻസ് വീതമുണ്ട്. ഇപ്പൊ മലയാളം എടുക്കുകയാണെങ്കിൽ പോലും, നമ്മളിപ്പോ മലയാളത്തിൽ സംസാരിക്കുകയാണെങ്കിൽ പോലും നമ്മൾ പല രീതിയിൽ ഇപ്പൊ പ്രസന്റ് ടെൻസ് ആണ് അല്ലെ, പ്രസന്റ് ടെൻസ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇപ്പൊ നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് എന്താണ്? പ്രസന്റ് ആണ്. ഇപ്പോ നടക്കുന്ന കാര്യങ്ങളെ കുറിച്ചൊക്കെയാണ് നമ്മൾ സംസാരിക്കുന്നത്. പക്ഷേ അതില് നമ്മൾ ഒരു ടെൻസ് മാത്രം യൂസ് ചെയ്തുകൊണ്ടാണോ നമ്മളിപ്പോ സംസാരിക്കുന്നേ, കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നേ? ഒരിക്കലും അല്ല. അതില് ഒരുപാട് ആക്ഷൻസ് പോകുന്നുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞത് ശ്രദ്ധിക്കൂ, പോകുന്നുണ്ട്, ചെയ്യുന്നുണ്ട്. ഇപ്പൊ പ്രസന്റിലാണെങ്കിൽ പറയാനാണെങ്കിൽ ഞാൻ രാവിലെ എഴുന്നേൽക്കുന്നു എന്നതൊരു പ്രസന്റ് ടെൻസ് ആണ്. ഞാനിപ്പോ പഠിപ്പിക്കുകയാണ് എന്ന് പറയുന്ന ഒരു പ്രസന്റ് ടെൻസ് ആണ് അല്ലെ? ഞാനിപ്പോ എന്റെ ഹോംവർക്ക് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് എന്ന് പറയുന്ന ഒരു പ്രസന്റ് ടെൻസ് ആണ്. ഞാൻ രാവിലെ മുതൽ ഞാൻ കുക്ക് ചെയ്യാണ് എന്ന് പറയുന്നതും പ്രസന്റ് ടെൻസിൽ പെടുന്നതാണ്. മനസ്സിലാവുന്നുണ്ടോ? അതായത് പറഞ്ഞു വരുന്നത് ഇത്രയേ ഉള്ളൂ. നമ്മൾ പ്രസന്റ് ടെൻസ് എന്ന് പറയുമ്പോൾ ഒരു ടെൻസ് മാത്രമല്ല പഠിക്കുന്നത്. ഓക്കെ, പ്രസന്റ് ടെൻസ് എന്ന് പറയുന്നത് ഒരു കോമൺ ടെൻസ് ആണ്. ഓക്കെ, അതിൽ തന്നെ 4 ആക്ഷൻസ് നമ്മൾ പഠിക്കുന്നുണ്ട്. അങ്ങനെ ഓരോ ടെൻസിലും നമ്മൾ 4 ആക്ഷൻസ് വീതം പഠിക്കുന്നുണ്ട്. അങ്ങനെ ടോട്ടലി നമ്മൾ പഠിക്കുന്നത് 12 ടെൻസ് ആണ്. ക്ലിയർ ആയോ?
നിങ്ങൾ ഓൾറെഡി കേട്ടിട്ടുണ്ടാകുമല്ലോ. ഇപ്പൊ പ്രസന്റ് ടെൻസ് എടുക്കുകയാണെങ്കിൽ ദ ഫസ്റ്റ് വൺ ഇസ് സിമ്പിൾ പ്രസന്റ് ടെൻസ്, സെക്കൻഡ് വൺ പ്രസന്റ് കണ്ടിന്യൂസ്, തേർഡ് വൺ പ്രസന്റ് പെർഫെക്റ്റ് ആൻഡ് ഫോർത്ത് വൺ പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ്. ക്ലിയർ ആയോ? ഇതാണ് 4 ടെൻസ് എന്ന് പറയുന്നത്. ഇങ്ങനെ ഓരോ ടെൻസിനും 4 ആക്ഷൻസ് ഉണ്ട്. പാസ്റ്റ് എടുത്താലും ഫ്യൂച്ചർ എടുത്താലും 4 ആക്ഷൻസ് വീതമുണ്ട്. ഓക്കെ, ഇതുവരെ ക്ലിയർ ആയോ? മനസ്സിലാവുന്നുണ്ടോ? ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം കേട്ടോ. ടെൻസ് ചാപ്റ്റർ എടുക്കുന്നത് എങ്ങനെയും ഡൗട്ട് വരാൻ ചാൻസ് ഉണ്ട്. ഡൗട്ട് വന്നാൽ ഓൺ ദ സ്പോട്ടിൽ തന്നെ ചോദിച്ച് ക്ലിയർ ചെയ്ത് പോകാം. ഒരിക്കലും ഡൗട്ട് വെച്ചിരിക്കരുത് കേട്ടോ. ഓക്കെ, ഡൗട്ട് എന്തായാലും വരും. കാരണം നമ്മൾ ടഫാണെന്ന് വിചാരിക്കുന്ന ഒരു കാര്യമാണ് ഇപ്പോൾ പഠിക്കുന്നത്. അത് എത്രത്തോളം നിങ്ങൾക്ക് ഇപ്പൊ എനിക്ക് സിമ്പിൾ ആയിട്ട് തോന്നുകയാണെങ്കിൽ പോലും നിങ്ങൾക്ക് ചിലപ്പോൾ സിമ്പിൾ ആയിട്ട് തോന്നണമെന്നില്ല. അപ്പൊ ഡൗട്ട് വന്നാൽ എന്തായാലും ചോദിക്കുക, ചോദിച്ച് ക്ലിയർ ചെയ്ത് പോവാം. മാം 4 ആക്ഷൻസ് ഒന്നും കൂടി പറയോ? ടെൻസിന്റെ 4 ആക്ഷൻ. ടെൻസിന് 4 ആക്ഷൻസ്: സിമ്പിൾ, സിമ്പിൾ കണ്ടിന്യൂസ്, പെർഫെക്റ്റ്, പെർഫെക്റ്റ് കണ്ടിന്യൂസ്. നോട്ട് ഞാൻ എഴുതാൻ പറയാം കേട്ടോ. അപ്പൊ എഴുതെടുത്താൽ മതിയേ, ശ്രദ്ധിച്ചിരിക്കാം. എന്തായാലും നോട്ട് എഴുതണം. നോട്ട് എഴുതാണ്ട് ഇതിൽ പറ്റില്ല. ഞാൻ നോട്ട് സ്ക്രീൻ ഷെയർ ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും എനിക്ക് ഇവിടുന്ന് സ്ക്രോൾ ചെയ്യാൻ പറ്റില്ല കേട്ടോ. അറിയാലോ, ക്ലാസ്സിലാണെങ്കിൽ ഞാനിപ്പോൾ അത് കാണിച്ചു തരാം. സ്ക്രീൻ ഷെയർ ചെയ്തിട്ടുണ്ട്. നമുക്ക് എഴുതിയെടുക്കേണ്ട കാര്യങ്ങൾ ഞാൻ പറയാം. അപ്പോൾ നിങ്ങൾ സ്ക്രീനിലോട്ട് നോക്കിയാൽ മതി. അതർവൈസ് നിങ്ങൾ സ്ക്രീനിൽ ഇപ്പോൾ നോക്കിയാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഞാനത് എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അത് മനസ്സിലാവും, എന്താണ് ഞാൻ സ്ക്രീൻ ഷെയർ ചെയ്തെന്ന് മനസ്സിലാവും. ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നിത്രയേ ഉള്ളൂ. ടെൻസ് 3 ടെൻസ് ഉണ്ട്. അതിൽ 3 എണ്ണത്തിലും 4 ആക്ഷൻസ് വീതമുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് നമ്മളിപ്പോൾ പറഞ്ഞത്. ഇത്രയും ക്ലിയർ ആയല്ലോ? ഇനി എഴുതിക്കോളൂ കേട്ടോ. ഇപ്പൊ 3 ടെൻസ് ചെയ്താ നോട്ട്ബുക്ക് എടുത്തിട്ട് ടെൻസ് എന്ന ഹെഡിങ് കൊടുക്കുക. ചാപ്റ്റർ ഐ തിങ്ക് യൂണിറ്റ് 4 ടെൻസ്. ടെൻസ് എന്ന ഹെഡിങ് കൊടുത്തതിന് ശേഷം പ്രസന്റ്, പാസ്റ്റ്, ഫ്യൂച്ചർ എന്ന് കൊടുക്കുക. എനിക്കുള്ള 3 കോളം പോലെയോ നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിൽ, നിങ്ങൾ കൺവീനിയന്റ് ആയിട്ട് എങ്ങനെ വേണമെങ്കിലും എഴുതാം കേട്ടോ. അതില് സെയിം ആണ് എല്ലാ ടെൻസിലും കോമൺ ആയിട്ട് വരുന്ന 4 ആക്ഷൻസ് ഞാൻ പറയാം. ദ ഫസ്റ്റ് ആക്ഷൻ ഇസ് സിമ്പിൾ. സിമ്പിൾ എഴുതിയാലും മതി കേട്ടോ. സിമ്പിൾ, ദിസ് സിമ്പിൾ. ഓക്കെ, SIMPLE, സിമ്പിൾ. എനിക്ക് ടൈപ്പ് ചെയ്യാൻ പറ്റില്ല, എല്ലാം അറിയാം. സോ നിങ്ങൾ എല്ലാവരും കുറച്ചെങ്കിലും എക്സ്ക്യൂസ് ചെയ്തേ പറ്റൂ കേട്ടോ. ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. സ്പെല്ലിംഗ് ആണെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. അപ്പൊ ഫസ്റ്റ് സിമ്പിൾ, ദെൻ കണ്ടിന്യൂസ് ആണ് കേട്ടോ. കണ്ടിന്യൂസ്, ദെൻ പെർഫെക്റ്റ്. പെർഫെക്റ്റ് ആണേ, പെർഫെക്റ്റ്. And the last one is perfect continuous. The first one simple, and second one continuous, third one perfect, and the last one, fourth one is perfect continuous. Okay, is it finished? Yeah, clear. ഇനിയിപ്പോ നമ്മള് പ്രസന്റ് ആയിക്കോട്ടെ പാസ്റ്റ് ആയിക്കോട്ടെ ഈ പറയുന്ന 4 ആക്ഷൻസ് വെച്ച് നമ്മൾ പറയാം. ഇപ്പൊ പ്രസന്റ് ടെൻസിലാണെങ്കിൽ സിമ്പിൾ പ്രസന്റ് ടെൻസ് എന്ന് പറയാം. സിമ്പിൾ പ്രസന്റ് ടെൻസ്, പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ്, പ്രസന്റ് പെർഫെക്റ്റ്, പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ്. പാസ്റ്റ് ആണെങ്കിലോ സിമ്പിൾ പാസ്റ്റ്, പാസ്റ്റ് കണ്ടിന്യൂസ്, പാസ്റ്റ് പെർഫെക്റ്റ്, പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ്. ഫ്യൂച്ചർ ആണെങ്കിൽ simple future, future continuous, future perfect, future perfect continuous tense. ക്ലിയർ ആണോ? മനസ്സിലായോ? ഇങ്ങനെയാണ് 4 ആക്ഷൻസ് വരുന്നത്. അങ്ങനെ ടോട്ടൽ 12 ടെൻസസ് നമ്മൾ പഠിക്കുന്നുണ്ട്. ഓക്കെ, യെസ്. അപ്പോ നോട്ട് കംപ്ലീറ്റ് ആയല്ലോ. ഇനി നിങ്ങൾ നെക്സ്റ്റ് ഒരു ഹെഡിങ് കൊടുക്കുക. പ്രസന്റ് ടെൻസ് എന്ന ഹെഡിങ് കൊടുത്തിട്ട് താഴെ ഒരു സ്മോൾ ഹെഡിങ് നമ്മൾ ആക്ഷൻസിലേക്ക് പോവാണ് കേട്ടോ. അപ്പൊ ഫസ്റ്റ് പ്രസന്റ് ടെൻസ് എന്ന ഹെഡിങ് കൊടുത്തതിന് ശേഷം ഒരു സ്മോൾ ഹെഡിങ് കൊടുക്കുക. സിമ്പിൾ പ്രസന്റ് ടെൻസ് എന്ന് കൊടുക്കുക. അതായത് പ്രസന്റ് ടെൻസിലെ
ഫസ്റ്റ് ആക്ഷനെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. എഴുതി കഴിയുമ്പോൾ ഒന്ന് ജസ്റ്റ് ഒന്ന് കമ്പ് ചെയ്യാം കേട്ടോ. ഓക്കെ, അപ്പോ പ്രസന്റ് ടെൻസ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് അറിയാലോ കറന്റ്ലി നടക്കുന്ന കാര്യം, അറ്റ് പ്രസന്റ് നടക്കുന്ന ഒരു കാര്യം അല്ലെ. അറ്റ് പ്രസന്റ് മീൻസ് പല ആക്ഷൻസ് അതിൽ പോകുന്നുണ്ട്. ഓക്കെ, അപ്പോ പ്രസന്റ് എന്ന് പറയുന്നത് മലയാളത്തിൽ പറയുകയാണെങ്കിൽ എന്താ, വർത്തമാനം അല്ലെ, വർത്തമാനാണ്. ഭാവി, ഭൂതം, ഭാവി, വർത്തമാനം അങ്ങനെയല്ലേ പറയുന്നത്, മലയാളം അങ്ങനെയാണ്. അപ്പോ ഇപ്പോ നടക്കുന്ന കാര്യങ്ങളാണ് പ്രസന്റ് ടെൻസിൽ നമ്മൾ പറയുന്നത്. ഓക്കെ, അതിൽ ഫസ്റ്റ് ആക്ഷൻ ആണ് എന്ത്, സിമ്പിൾ പ്രസന്റ് ടെൻസ് എന്ന് പറയുന്നത്. ഹെഡിങ് എഴുതിയാലോ. ഇനി എന്താണ് സിമ്പിൾ പ്രസന്റ് ടെൻസ് നോക്കാം കേട്ടോ. ഇനി നിങ്ങൾ സ്ക്രീൻ ഷെയർ ചെയ്തിട്ടുണ്ട്, സ്ക്രീനിലോട്ട് നോക്കാം. ഓക്കെ, അപ്പോ സിമ്പിൾ പ്രസന്റ് ടെൻസ് വെച്ച് നമ്മൾ പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. ഇപ്പൊ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മൾ ഡെയിലി ചെയ്യുന്ന കാര്യങ്ങൾ, അത് നമ്മുടെ ഹാബിറ്റ്സ് ആകാം, റുട്ടീൻ ആകാം അല്ലെ. ഇതെല്ലാം പറയുന്നത് എങ്ങനെയാണ് ഒന്ന് പറഞ്ഞു, നിങ്ങളുടെ റുട്ടീൻ എങ്ങനെയാണ് ഒന്ന് പറഞ്ഞാരെങ്കിലും. I wake up in 10 a.m. അങ്ങനെയൊക്കെ. മലയാളത്തിൽ പറഞ്ഞു നോക്കി, എങ്ങനെയാ മലയാളത്തിൽ പറയാ. ഞാൻ രാവിലെ 6 മണിക്ക് എണീക്കും, പിന്നെ പല്ല് തേക്കും, കുളിക്കും, അങ്ങനെ. പല്ല് തേക്കും, കുളിക്കും, ഓരോ സ്ഥലത്ത് പോലും. ഇനി വേറെ ആള് പറഞ്ഞേ, എങ്ങനെയാ പറയാ. ഞാൻ ഉദ്ദേശിക്കുന്ന സ്ഥലത്ത് വരുന്നുണ്ടോ എനിക്ക് അറിയണമല്ലോ. എങ്ങനെയാ പറയൂ. ഞാൻ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നു, അല്ല രാവിലെ 8 മണിക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നു. ഓക്കെ, അപ്പൊ പല സ്ഥലത്തും രാവിലെ കുളിക്കുന്നു. ഞാൻ രാവിലെ ഒന്നും കുളിക്കൂല. രാവിലെ എണീച്ചോട് പല്ലി എത്തി കഴിഞ്ഞാൽ ചായ കുടിക്കണം, നാസ്ത കഴിക്കണം. അയ്യോ, ഞാൻ എക്സാമ്പിൾ പറഞ്ഞതാട്ടോ. റേജു, എന്റെ സിറ്റുവേഷൻ വളരെ മോശമാണ്, എന്നാലും പിന്നെ ക്ലാസ്സിൽ കയറുമ്പോൾ ശരിയാട്ടോ, ഞാൻ കുറച്ചൊക്കെ ഫ്രീ ആകുന്നുണ്ട്. അറിയാലോ, ഞാൻ പറയാറുണ്ട് എപ്പോഴും, ക്ലാസ് എന്ന് പറയുമ്പോൾ എനിക്ക് ഭയങ്കര റിലീഫാണ്, എല്ലാത്തിനും റിലീഫാണ്. ചിലപ്പോ എല്ലാം ഈ ഒരു മണിക്കൂർ കൊണ്ട് ചിലപ്പോൾ ഞാൻ എല്ലാം മറക്കും. ഓക്കെ, രാവിലെ ചായ കുടിക്കുന്നു. എന്തിനാ മൂഡ് ഓഫ് ആണല്ലോ. ചെറുതായിട്ട്. എല്ലാ സ്ഥലത്തും എല്ലാ കൊള്ളവില്ല, എല്ലാരും മൂഡ് ഓഫ് ഒക്കെ തന്നെ. ക്ലാസ് കയറുന്ന ഒരു സമയമാണ് എല്ലാരും ഹാപ്പിയാണ്. ഓക്കെ, സംസാരിക്കാൻ പറ്റുന്നൊരു സാഹചര്യം പറയാം. ആരെങ്കിലും എന്നെ കോണ്ടാക്ട് ചെയ്യാം, ഞാൻ പറയാം കേട്ടോ. എനിക്ക് ഇവിടെ നിന്ന് ഒന്നും പറയാൻ പറ്റില്ല, ഓപ്പൺ ആയിട്ടൊന്നും പറയാൻ പറ്റില്ല. ടെക്സ്റ്റ് ചെയ്യാനും പറ്റില്ല. ഞാൻ എനിക്ക് എങ്ങനെയാ ടെക്സ്റ്റ് ചെയ്യുമ്പോൾ ഞാൻ റിട്ടേൺ മെയിലിലേക്കാ പോകുന്നത്. ഓക്കെ, അതുകൊണ്ട് നാളെ നിങ്ങൾക്ക് ആരുടെ ക്ലാസ് ആണ്. ഞാൻ പറയാം, എന്റെ കാര്യങ്ങൾ ഞാൻ പറയാം കേട്ടോ, അപ്പൊ മനസ്സിലാവും. ഓക്കെ, ബി സ്ട്രോങ്. ഇപ്പോഴും നിങ്ങളോട് ഞാൻ പറയാറില്ലേ, സ്ട്രോങ് ആയിട്ടിരിക്കണം. എന്നാലും എന്തെങ്കിലും സീരിയസ് ആയിട്ടുള്ള എന്തെങ്കിലും ആണോ? അൻസി പറയൂ കേട്ടോ. അവര് പറയും, എനിക്ക് ഇവിടെ നിന്ന് പറയാൻ പറ്റില്ല. ഓക്കെ, പിന്നെന്താ പറഞ്ഞ നമ്മള്, ടെൻസ്. സിമ്പിൾ പ്രസന്റ്. അതെ, രാവിലെ നടക്കാൻ പോകുന്നു. അതെ, പോകുന്നു. അതാണ് ഇപ്പൊ നമ്മൾ ചെയ്യുന്നു, പോകുന്നു, ഓടുന്നു, ചാടുന്നു എന്നൊക്കെയല്ലേ പറയാ. ആ രീതിയിലാണ് കേട്ടോ സിമ്പിൾ പ്രസന്റ് യൂസ് ചെയ്യുക അല്ലെ. ഞാൻ രാവിലെ എഴുന്നേൽക്കുന്നു, ബ്രഷ് ചെയ്യുന്നു, ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്നു, സ്കൂളിൽ പോകുന്നു, കളിക്കുന്നു അല്ലെ. അതായത് ചില സ്ഥലങ്ങളിൽ പല രീതിയിലായിരിക്കും പറയാ കേട്ടോ. നമ്മള് നോർമലി ഇങ്ങനെയാണ് പറയാ, പോകുന്നു, ചെയ്യുന്നു എന്ന രീതിയിലാണ് ശരിക്കും സിമ്പിൾ പ്രസന്റ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അത് എല്ലായിടത്തും എങ്ങനെയാണ് പറയുന്നത് എനിക്ക് കറക്റ്റ് ആയിട്ട് അറിയില്ല കേട്ടോ. എന്തായാലും സംഭവം മനസ്സിലായല്ലോ. റൊട്ടീൻ ആണ്, ഒരു ഹാബിറ്റ് ആണ്. ഞാൻ എന്നും രാവിലെ നടക്കാൻ പോകുന്നു, അല്ലെങ്കിൽ ഞാൻ എന്നും രാവിലെ എക്സസൈസ് ചെയ്യുന്നു എന്ന് പറയുന്നത് ഒരു ഹാബിറ്റ് ആണ് അല്ലെ. നമ്മൾ ഡെയിലി ചെയ്യുന്ന ഒരു കാര്യമാണ്, ഒരു ഹാബിറ്റ് ആണ്, ഒരു ശീലമാണത് അല്ലെ. അപ്പോ പൊതുവെ എങ്ങനെയാണ് പറയുന്നത്, ചെയ്യുന്നു എന്ന് തന്നെയാണ് പറയുന്നത് പൊതുവെ. അപ്പോ സിമ്പിൾ പ്രസന്റ് ടെൻസ് എഴുതിയിട്ട് അതിന്റെ ബ്രാക്കറ്റില്, ഹെഡിങ്ങിന് നേരെ ബ്രാക്കറ്റിൽ എഴുതാ ചെയ്യുന്നു എന്ന് എഴുതാട്ടോ. ചെയ്യുന്നു,
ചെയ്യുന്നെന്ന് പറയുമ്പോൾ വലിയ രീതിയിൽ പറയാലോ, പോകുന്നു, ചാടുന്നു, ഓടുന്നു, അല്ലെ? ആ അതിൽ അവസാനിക്കുന്ന രീതിയിൽ. ഒരു എക്സാമ്പിൾ പറഞ്ഞാണേ. മാം മീൻസ് ക്രിയയാണോ വെർബാണോ? വെർബാണ്. നമ്മള് ഇപ്പൊ ഈ ടെൻസ് നമ്മൾ പറയുന്നത് തന്നെ വെർബിനെ കുറിച്ചാണ്, നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികളെ കുറിച്ചിട്ടാണ് കേട്ടോ പറയുന്നത്. ഇവിടെ നൗൺ ആയിട്ട് ഒരു ബന്ധവും ഇല്ലേ. നൗണിനെ കുറിച്ച് ഞാൻ പറഞ്ഞുതരാം പിന്നെ എപ്പോഴെങ്കിലും കേട്ടോ. ഇപ്പൊ നമ്മൾ പറയുന്നത് വെർബാണ്, നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികളെ കുറിച്ചിട്ടാണ് നമ്മൾ പറയുന്നത്. അപ്പൊ ബ്രാക്കറ്റിൽ ചെയ്യുന്നു എന്ന് എഴുതാം. ചെയ്യുന്നു. അപ്പോ ഞാൻ ഫസ്റ്റ് ഒരു കാര്യം പറഞ്ഞു, അത് ഹാബിറ്റ് ആകാം, റുട്ടീൻ ആകാം, അല്ലെ? മോസ്റ്റ്ലി നമ്മൾ റുട്ടീനും ഹാബിറ്റും പറയണമെങ്കിൽ അല്ലെങ്കിൽ പറയുമ്പോൾ ഈ ടെൻസ് ആണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ. പിന്നെ യൂണിവേഴ്സൽ ട്രൂത്ത്. യൂണിവേഴ്സൽ ട്രൂത്ത് അല്ലെങ്കിൽ ഫാക്ട് എന്ന് പറയാം. പ്രപഞ്ച സത്യങ്ങൾ. പ്രപഞ്ച സത്യങ്ങൾ എന്ന് പറയുമ്പോൾ സൂര്യൻ കിഴക്കുദിക്കുന്നു, അല്ലെ? സൂര്യൻ കിഴക്കുദിക്കുന്നു എന്ന് പറയുന്ന ആ ഒരു സെന്റൻസ്, അല്ലെ സൂര്യൻ കിഴക്കാണ് ഉദിക്കുന്നത് എന്ന് പറയുന്നതും ആ സെന്റൻസ് എന്താണ്? ഒരു സത്യമാണ്, പ്രപഞ്ച സത്യമാണ്, അല്ലെ? നമ്മൾ പറയുന്നത് അങ്ങനെ തന്നെയാണല്ലോ. സൂര്യൻ കിഴക്കുദിക്കുന്നു എന്നാ നമ്മൾ പറയുന്നത്, അല്ലെങ്കിൽ സൂര്യൻ കിഴക്കാണ് ഉദിക്കുന്നത് എന്ന് പറയുന്നത് ആ രീതി തന്നെ ഒരു പ്രപഞ്ച സത്യമാണ്. അതുപോലെ പക്ഷികൾ ആകാശത്ത് പറക്കുന്നു, അല്ലെങ്കിൽ പക്ഷികൾ ആകാശത്താണ് പറക്കുന്നത്. ഇനിയിപ്പോ മത്സ്യങ്ങൾ വെള്ളത്തിൽ ജീവിക്കുന്നു എന്ന് തുടങ്ങുന്ന എല്ലാ പ്രപഞ്ച സത്യങ്ങളും പറയുന്നത് ആ രീതി തന്നെയാണ്, അല്ലെ? ചെയ്യുന്നു എന്ന രീതി തന്നെ, ചെയ്യുന്നത് അല്ലെങ്കിൽ ചെയ്യുന്നു എന്ന രീതി തന്നെയാണ് നമ്മൾ മോസ്റ്റ്ലി മലയാളത്തിലാണെങ്കിൽ പോലും നമ്മൾ പറയുന്ന ആ സെന്റൻസ് പറയുന്ന അങ്ങനെ തന്നെയാണ്, അല്ലെ? ശരിയാണോ? അതെ. ഓക്കെ. അപ്പൊ യൂണിവേഴ്സൽ ട്രൂത്ത് പറയുമ്പോഴും നമ്മൾ യൂസ് ചെയ്യേണ്ടത് ഈ ടെൻസ് ആണ് കേട്ടോ, സിമ്പിൾ പ്രസന്റ് ടെൻസ് ആണ്. ഇത്രയും കാര്യങ്ങൾ മനസ്സിലായോ നിങ്ങൾക്ക്? ഇത്രയും കാര്യങ്ങൾ പഠിച്ചാൽ മതി. ഒരുപാട് കാര്യങ്ങൾ അതിനെക്കുറിച്ച് പറയുമ്പോൾ കൺഫ്യൂസ്ഡ് ആവും. അപ്പോൾ ഒരുപാടൊന്നും പറയണ്ട. അത് മാത്രമല്ല, നിങ്ങളുടെ ടെൻസിൽ അല്ലെങ്കിൽ നിങ്ങളുടെ ടെക്സ്റ്റില് ടെൻസ് ചാപ്റ്ററിൽ ഇത്രയും വിശദീകരിച്ചൊന്നും പറയുന്നില്ല. അതായത് ആ ചാപ്റ്റർ നേരെ ഫോക്കസ് ചെയ്യുന്നത് ആക്റ്റീവ് വോയിസും പാസീവ് വോയിസും ആണ്. ഓക്കെ. ഈ ആക്റ്റീവ് വോയിസും പാസീവ് വോയിസും എടുക്കണമെങ്കിൽ നമ്മൾ ഈ ടെൻസ് അറിഞ്ഞിരിക്കണം. ടെൻസ് അറിഞ്ഞാൽ മാത്രമാണ് ഇനി അങ്ങോട്ടുള്ള ഏത് ചാപ്റ്ററും നമുക്ക് എടുക്കാൻ പറ്റൂ. മനസ്സിലായോ? അതുകൊണ്ട് ഇത് ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിക്കണം, പഠിച്ചേ പറ്റൂ. ഫസ്റ്റ് നിങ്ങൾക്ക് അത് പഠിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാകും, ഞാൻ പറയുന്നത് ചിലപ്പോൾ മനസ്സിലാക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാകുമെങ്കിലും പോകെ പോകെ അത് ശരിയാകും കേട്ടോ, ഓക്കെ ആകും. ഇനിയിപ്പോ ഞാൻ പറയുന്നതും അല്ലെങ്കിൽ ഞാൻ എടുക്കുന്ന ക്ലാസ് നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ലെങ്കിൽ ഒരിക്കലും അയ്യോ എനിക്ക് മനസ്സിലാകുന്നില്ലല്ലോ എന്ന് വിചാരിച്ച് ലീവ് ചെയ്ത് പോകരുത്. ഓക്കെ. ഫസ്റ്റ് ടൈം നമുക്ക് കേൾക്കുമ്പോൾ അതിൻ്റെതായ ഒരു ബുദ്ധിമുട്ടുണ്ടാകും. കാരണം ഏറ്റവും ടഫ് ആണെന്ന് വിചാരിച്ച കാര്യമാണ് നമ്മളിപ്പോൾ പഠിക്കുന്നത്. അപ്പൊ അതിൻ്റെതായ ബുദ്ധിമുട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യും. പക്ഷെ അത് കാര്യമാക്കണ്ട, ക്ലിയർ ആകും. നമ്മൾ പഠിക്കും, ഇത് പഠിക്കാൻ പറ്റും എന്ന വിശ്വാസത്തോടു കൂടി പഠിക്കാൻ ശ്രമിക്കാം. ഓക്കെ. ഇംഗ്ലീഷ് എക്സാമ്പിള് സൺറൈസ് ഇൻ ദ ഈസ്റ്റ് അങ്ങനെയാണോ? യാ, സൺ റൈസസ് ഇൻ ദ ഈസ്റ്റ് എന്ന് വരും. റൈസസ് ഇൻ ദ ഈസ്റ്റ്. ഓക്കെ. അപ്പോ സിമ്പിൾ പ്രസന്റ് ടെൻസ് എവിടേക്ക് യൂസ് ചെയ്യണം എന്ന് മനസ്സിലായോ? ക്ലിയർ ആയോ? ഓക്കെ ആണ്. ഓക്കെ മാം. ഇനി നമ്മൾ ഓരോ ടെൻസും പഠിക്കുന്നത് സ്ട്രക്ചർ വൈസ് ആണ് കേട്ടോ. ഓക്കെ. സ്ട്രക്ചർ വൈസ് ആണ് നമ്മൾ ഓരോ ടെൻസും പഠിക്കുന്നത്. അതായത് ഓരോ ടെൻസിനും നമുക്ക് പർട്ടിക്കുലർ, ഞാൻ എന്റെ മെത്തേഡാണ് കേട്ടോ പറയുന്നത്. എല്ലാവരും അങ്ങനെയാണോ ക്ലാസ് എടുക്കുന്നത് എനിക്ക് അറിയില്ല. എനിക്ക് കുറച്ച് ഈസി ആയിട്ട് തോന്നുന്നൊരു മെത്തേഡിലാണ് ഞാൻ ക്ലാസ് എടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ പഠിപ്പിക്കുന്നത് സ്ട്രക്ചർ വൈസ് ആണ്. ഓരോ സ്ട്രക്ചർ ആയിട്ട് പഠിക്കുകയാണെങ്കിൽ കുറച്ച് ഈസി ആയിട്ട് നമുക്ക് പഠിക്കാൻ പറ്റും, ഹാൻഡിൽ ചെയ്യാൻ പറ്റും. ഓക്കെ. അപ്പോൾ ഇവിടുത്തെ സ്ട്രക്ചർ എന്ന് പറയുന്നത് സ്ക്രീനിലോട്ട് നോക്കാം. S+V1 കണ്ടോ നിങ്ങള്? S+V1 അതാണ് സ്ട്രക്ചർ. ഓക്കെ. അപ്പൊ സ്ട്രക്ചർ എഴുതിക്കോളൂ കേട്ടോ, നോട്ട്ബുക്കിൽ എഴുതാം. S+V1 എന്ന് എഴുതാം. ഓക്കെ. എഴുതിയോ? യെസ്. ഇനി നമുക്ക് ആ സ്ട്രക്ചർ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. എസ് എന്താണ്? എസ് മീൻസ് സബ്ജക്ട്. ഓക്കെ. എസ് എന്താണ്? സബ്ജക്റ്റ് ആണ് കേട്ടോ, സബ്ജക്ട്.
അപ്പൊ എഴുതിക്കോളട്ടോ, നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ എഴുതാം. എസ് നേരത്തെ ഹൈഫിനിട്ട് സബ്ജക്ട് എന്ന് വേണമെങ്കിൽ എഴുതാം. ഇനി ഈ സ്ട്രക്ചറിൽ തന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ സബ്ജക്ട് പ്ലസ് V1 എന്ന് വേണമെങ്കിൽ എഴുതാം കേട്ടോ. സബ്ജക്ട് പ്ലസ് V1. അപ്പോൾ എസ് എന്ന് പറയുന്നത് സബ്ജക്റ്റ് ആണ്. അപ്പൊ ഇംഗ്ലീഷിൽ പറയുകയാണെങ്കിൽ അല്ലെങ്കിൽ മലയാളത്തിലാണെങ്കിൽ പോലും നമ്മൾ സബ്ജക്ട് വെച്ചിട്ടാണ് പറയുന്നത് അല്ലെ. ഞാൻ, നീ, നിങ്ങൾ, അവര് എന്നൊക്കെ പറയുന്നുണ്ട് മലയാളത്തിൽ. അതുപോലെ തന്നെയാണ് ഇംഗ്ലീഷിലും. ഏതൊക്കെയാണ് സബ്ജക്ട്? ഏതൊക്കെയാണ് നമ്മുടെ ഓക്കെ. ഐ, യു, വി, ദേ, ഹി, ഷീ, ഇറ്റ്, എവ്രിബഡി. അതുകൊണ്ടാണ് കേട്ടോ. അതൊക്കെ പഠിച്ചോളൂ. യുവർ വരുമോ മിസ്സേ? വരത്തില്ലേ? എന്തോ യുവർ വരുമോ? യുവർ വരില്ല. ഞാൻ പറഞ്ഞുതരാം. അത് ഇറ്റ് വരത്തില്ലേ? ഇറ്റ് വരും. ഓക്കെ. അപ്പൊ സബ്ജക്ട് എഴുതിക്കോളൂ കേട്ടോ. ഏതൊക്കെയാണ് സബ്ജക്ട്? ഐ, യു, വി, ദേ, ഹി, ഷീ, ഇറ്റ്, എവ്രിബഡി. സ്ക്രീനിൽ കാണുന്ന സബ്ജക്ട് എല്ലാം എഴുതാം. ഐ, യു, വി, ദേ, ഹി, ഷീ, ഇറ്റ്, എവ്രിബഡി എന്നും കൂടി എഴുതാം കേട്ടോ. എവ്രിബഡി. ഐ, യു, വി, ദേ, ഹി, ഷീ, ഇറ്റ്, എവ്രിബഡി. എഴുതിയോ? എല്ലാവർക്കും കിട്ടിയോ? ഇനി റീജു ചോദിച്ച സംശയത്തിലേക്ക് വരാട്ടോ. ഡൗട്ട്. യുവർ എന്ന് പറയുന്നത് നമ്മൾ ഓൾറെഡി പ്രോണൗൺ പഠിച്ചല്ലോ. പ്രോണൗൺ പഠിച്ചപ്പോൾ ഞാൻ കുറച്ച് കാര്യങ്ങൾ പഠിപ്പിച്ചായിരുന്നു. എന്തായിരുന്നു അവിടെ സബ്ജക്ട് എന്താണെന്നൊക്കെ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത കാര്യങ്ങളാണ്. ഇതില് യുവർ എന്ന് പറയുന്നത് എന്താണ്? ഒരു പൊസിഷൻ ആണ്, മീൻസ് ഒരു ഓണർഷിപ്പ് ആണ് അല്ലെ. നിന്റെ എന്നാണ് പറയുന്നത്. നിന്റെ എന്ന് പറയുന്നത് കൈൻഡ് ഓഫ് സബ്ജക്റ്റ് ആണെന്ന് ചോദിച്ചാൽ വലിയ സബ്ജക്റ്റ് അല്ല. അത് സബ്ജക്റ്റീവ് പ്രോണൗണിൽ പെടുന്ന പൊസിഷൻ ആണല്ലോ, ഓണർഷിപ്പ് ആണ് വരുന്നത്. മനസ്സിലായോ? നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട്. പ്രോണൗൺ പഠിച്ചപ്പോൾ സബ്ജക്റ്റീവ് പ്രോണൗൺ പഠിച്ചു, ഒബ്ജക്റ്റീവ് പ്രോണൗൺ പഠിച്ചു അല്ലെ. അതിൽ പൊസിഷനും പഠിച്ചു. ആ ഒരു രീതിയിലാണ് ഈ പറയുന്ന യുവർ വരുന്നത്. അല്ലാതെ ഡയറക്റ്റ്ലി നമ്മൾ സബ്ജക്റ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇത്രയേ ഉള്ളൂ സബ്ജക്ട് കേട്ടോ. അതിൽ ഐ എന്ന് പറയുന്നത് ഞാനാണ്, യു നീയാണ്, വി ഞങ്ങൾ, ദേ അവർ, ഹി അവൻ, ഷീ അവൾ, ഇറ്റ് എന്താ അത് ഇത് എന്നൊക്കെ നമ്മൾ പറയില്ലേ, അതാണ്. എവ്രിബഡി എന്താണ്? എല്ലാവരും. ക്ലിയർ ആയോ? ഇനി സബ്ജക്റ്റിന് മലയാളം അറിയില്ലെങ്കിൽ ഒന്ന് വേണമെങ്കിൽ നോട്ട് ചെയ്ത് വെക്കൂ കേട്ടോ. ആ മിസ്സേ ഒന്ന് അതിന്റെ മലയാളം പറഞ്ഞുതരൂ. ഐ ഞാൻ, ഐ ഞാൻ, യു നീ നിങ്ങൾ എന്ന് വേണമെങ്കിൽ പറയാം. നീ നിങ്ങൾ, ഐ ഞാൻ, യു നീ അല്ലെങ്കിൽ നിങ്ങൾ, വി എന്താ? ഞങ്ങളാണ് കേട്ടോ. ഞങ്ങൾ, വി ഞങ്ങൾ, ദേ അവർ, ദേ അവർ, ഹി എന്താ? ഹി അവനാണ്, ഹി അവൻ, ഹി അവൻ, ഷീ അവൾ, ഷീ അവൾ, ഇറ്റ് എന്താ? അത് ഇത് എന്നൊക്കെ പറയാം. നമ്മള് ഒരു അനിമലോ അല്ലെങ്കിൽ തിങ്സോ ഒക്കെ ആണെങ്കിൽ നമ്മൾ അതിന് ജെൻഡർ ഒന്നുമില്ലല്ലോ. അത് അല്ലെങ്കിൽ ഇത് എന്നൊക്കെ നമ്മൾ പറയാം. അപ്പൊ ആ രീതിയിൽ വേണമെങ്കിൽ പറയാം. അത് ഇത് എന്ന് പറയാം. ദെൻ എവ്രിബഡി എല്ലാവരും. മാം അവർ വരൂലല്ലോ. അവർ വരില്ല കേട്ടോ. അവർ ഞാൻ പറഞ്ഞ പോലെ ഈ ഓണർഷിപ്പ് ആണ് വരുന്നത്. ഞങ്ങളുടെ എന്നല്ലേ പറയുന്നേ, ഓണർഷിപ്പ് ആണ് കേട്ടോ. സബ്ജക്റ്റ് എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ. ഇപ്പൊ ഞാൻ പറഞ്ഞു, നമ്മൾ പ്രൊണൗൺ പഠിച്ച പറഞ്ഞല്ലോ, ഒബ്ജക്റ്റീവ് പ്രൊണൗൺ. അതില് ഹിം അവന്റെ അല്ലെ, ഹെർ അവളുടെ, ഇതൊക്കെ ഒബ്ജക്റ്റിൽ വരുന്നതാണ് കേട്ടോ. ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആയോ? സ്ട്രക്ചറിൽ നമ്മൾ സബ്ജക്ട് എന്താണെന്നാണ് ഇപ്പൊ നോക്കിയത് കേട്ടോ. അപ്പൊ S+V1 എസ് എന്താണ്? സബ്ജക്റ്റ് ആണ്. അപ്പൊ ഏതൊക്കെ സബ്ജക്റ്റ് ആണ് എന്നുള്ളത് നമ്മൾ പറഞ്ഞു.
ഐ യു വി ദേ ഹി ഷീ ഇറ്റ് എവ്രിബഡി. ഇത്രയാണ് സബ്ജക്റ്റ് ഉള്ളത്. ഇനി ഇതില് സിംഗുലർ സബ്ജക്റ്റ് ഉണ്ട്, എന്ത് പ്ലൂറൽ സബ്ജക്റ്റ് ഉണ്ട്. ഓക്കെ, സിംഗുലർ സബ്ജക്റ്റ്, പ്ലൂറൽ സബ്ജക്റ്റ്. ഫസ്റ്റ് ഏതാണ്? പ്ലൂറൽ സബ്ജക്റ്റ് എടുക്കാം. ഏതൊക്കെയാണ് പ്ലൂറൽ സബ്ജക്റ്റ്? എഴുതിക്കൊള്ളട്ടോ. പ്ലൂറൽ സബ്ജക്റ്റ് എഴുതാം. ഞാൻ പറയുന്ന സബ്ജക്റ്റ് എഴുതി വെക്കൂ. ഏതൊക്കെയാണ് പ്ലൂറൽ സബ്ജക്റ്റ്? ഐ യു വി ദേ. ഐ യു വി ദേ ആണ് എന്താ പ്ലൂറൽ സബ്ജക്റ്റ്. ഓക്കെ, ഐ യു വി ദേ, ഇതാണ് എന്ത് പ്ലൂറൽ സബ്ജക്റ്റ്. ഐ യു വി ദേ പ്ലൂറൽ സബ്ജക്റ്റ്. ആൻഡ് പിന്നെ ഒരു 4 എണ്ണം അല്ലെ, അതെന്താണ്? സിംഗുലർ സബ്ജക്റ്റ് ആണ് കേട്ടോ. ഹി ഷീ ഇറ്റ് എവ്രിബഡി ഇസ് എ സിംഗുലർ സബ്ജക്റ്റ്. ഹി ഷീ ഇറ്റ് എവ്രിബഡി സിംഗുലർ സബ്ജക്റ്റ്. മിസ് അതൊന്നുകൂടി പറയോ? മാം, ഐ എന്ന് പറഞ്ഞ സിംഗുലർ അല്ലേ? ഞാനും ഒരാളല്ലേ? നോ, ഈ ഡൗട്ട് നിങ്ങൾ ചോദിക്കുമെന്ന് എനിക്കറിയാം. അതുകൊണ്ട് എഴുതിയെടുക്കൂ കേട്ടോ. പറഞ്ഞ് എഴുതിയെടുക്കൂ, ഞാൻ പറഞ്ഞുതരാം. പ്ലൂറൽ സബ്ജക്റ്റില് ഐ വരും, യു വരും, വി വരും, ദേ വരും. ഇതാണ് പ്ലൂറല്. ഇനി സിംഗുലറിലേക്ക് പോവാണെങ്കിൽ ഹി ഷീ ഇറ്റ് എവ്രിബഡി. ഹി ഷീ ഇറ്റ് എവ്രിബഡി ആണ് സിംഗുലർ സബ്ജക്ട്. സ്ക്രീൻഷെയർ ചെയ്തിട്ടുണ്ടല്ലോ, ആ സ്ക്രീൻഷെയർ ചെയ്തില്ല ഫസ്റ്റ് വൺ നോക്കി, ഐ യു വി ദേ, അത് പ്ലൂറല്. ഹി ഷീ ഇറ്റ് എവ്രിബഡി ഉണ്ട്, അത് സിംഗുലർ. ഓക്കെ, അപ്പൊ ഏതൊക്കെയാണ് പ്ലൂറൽ സബ്ജക്റ്റ് എന്നും ഏതൊക്കെയാണ് സിംഗുലർ സബ്ജക്റ്റ് എന്ന് മനസ്സിലായല്ലോ? എഴുതിയോ? നോട്ട് എഴുതിയോ? കംപ്ലീറ്റ് ആയോ? ഇനി ഐ എന്ന് പറയുന്നത് പ്ലൂറൽ അല്ലേ, ഞാൻ അല്ല സിംഗുലർ അല്ലേ, ഞാൻ എന്ന് പറഞ്ഞ ഒറ്റയ്ക്കല്ലേ എന്നൊരു ചിന്തയുണ്ട് അല്ലെ. പക്ഷേ ഐ സിമ്പിൾ പ്രസന്റ് ടെൻസില് പ്ലൂറൽ ആയിട്ടാണ് നമ്മൾ കണക്കാക്കാം. ഓക്കെ, സിമ്പിൾ പ്രസന്റ് ടെൻസ് എന്നല്ല. എന്തോ സിംഗുലർ എന്ന് പറഞ്ഞാല് ഒറ്റക്ക് മീനിങ് വരിക? അതെ, ഒറ്റയ്ക്ക് എന്നാണ്. അപ്പൊ ഞാൻ ഒറ്റയ്ക്കല്ലേ എന്ന് ചിന്തിക്കും, പക്ഷെ ഞാൻ ഒറ്റയ്ക്കാണെങ്കിലും അത് പ്ലൂറലിൽ പെടും കേട്ടോ. ആ ഒരു കൺഫ്യൂഷൻ വേണ്ട. അതായത് ഈ പറയുന്ന സിമ്പിൾ പ്രസന്റ് ടെൻസ്, അതുപോലെ പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്, അല്ലെങ്കിൽ ഈ പറയുന്ന 3 ആക്ഷൻസിലും ഈ ഐ എന്താണ്? പ്ലൂറൽ തന്നെയാണ്. ഓക്കെ, അതിൽ ഒരു മാറ്റവും ഇല്ല. ഞാൻ ഒറ്റയ്ക്കല്ലേ എന്ന് ചിന്തിച്ചിട്ട് കാര്യമില്ല, അങ്ങനെ ചിന്തിക്കാനേ പാടില്ല. ഇങ്ങനെ തന്നെ പഠിക്കുക. ഓക്കെ, ആ മിസ്സേ, ഒറ്റക്കല്ല, എല്ലാരും ഉണ്ട്, ഞാൻ ഉണ്ട് ഇവിടെ. റീജു. ഓക്കെ, അപ്പോ സിമ്പിൾ പ്രസന്റ് ടെൻസിലും ഈ പറയുന്ന കണ്ടിന്യൂസ്, പെർഫെക്റ്റ് കണ്ടിന്യൂസ്, ഈ പറയുന്ന 3 ആക്ഷൻസിലും ഈ ഐ പ്ലൂറൽ ആണ്. അതുപോലെ തന്നെ ഈ എവ്രിബഡി സിംഗുലർ ആണ്. ഇത് രണ്ടും നിങ്ങൾക്ക് കൺഫ്യൂഷൻ വരുള്ളൂ. ഐ ഒറ്റയ്ക്കല്ലേ, എവ്രിബഡി എന്ന് പറയുന്ന എല്ലാവരും ഉണ്ടല്ലോ അല്ലെ. കൺഫ്യൂഷൻ വേണ്ട, അത് അങ്ങനെ തന്നെ പഠിക്കാം, പഠിച്ചേ പറ്റൂ. ഓക്കെ, പറഞ്ഞു പഠിക്കാം. ക്ലിയർ ആയോ? മിസ്, ഐ പ്ലൂരൽ എവരിബഡി എന്താ? സിംഗുലർ ആണ്. സിംഗുലർ. ഓക്കെ. അപ്പൊ പ്ലൂറൽ സബ്ജക്റ്റ് ഏതൊക്കെയാണ്? ഇൻ സിമ്പിൾ പ്രസന്റ് ടെൻസിനെ ബേസ് നോക്കുകയാണെങ്കിൽ പ്ലൂറൽ സബ്ജക്റ്റ് എന്താണ്? ഐ യു വി ദേ ആൻഡ് സിംഗുലർ സബ്ജക്റ്റ് ഹി ഷീ എവ്രിബഡി. ക്ലിയർ ആയല്ലോ? അപ്പൊ സ്ട്രക്ചർ എടുക്കുകയാണെങ്കിൽ സ്ട്രക്ചറിൽ ഇങ്ങനെയാ പഠിക്കാറ്, അയ്യോ ദേവി. കേട്ടോ, മിക്ക ക്ലാസ്സിൽ ഞാൻ എടുക്കുമ്പോ എല്ലാരും പറയണ്ട അയ്യോ ദേവി. ഞാൻ പക്ഷെ ഫസ്റ്റ് ടൈമാണ്, നിങ്ങൾ പറഞ്ഞപ്പോഴാണ് ഞാനത് കേൾക്കുന്നത്. മിക്ക ക്ലാസ്സിൽ ഞാനത് എടുക്കുമ്പോ അയ്യോ ദേവി എന്നാ പറയാ. അപ്പോഴാണ് ഞാൻ അറിയുന്നേ. സത്യം പറഞ്ഞാൽ ഞാൻ മര്യാദക്കൊന്നും ടെൻസ് പഠിച്ചിട്ടില്ല, അത് വേറെ കാര്യം. ഓക്കെ, എങ്ങനെയുള്ളിൽ പഠിക്കാം കേട്ടോ. അയ്യോ ദേവിന്നോ എങ്ങനെയുണ്ടെങ്കിലും പഠിക്കാം, പഠിച്ചാൽ മതി. എനിക്ക് വേറൊന്നുമില്ല, പഠിക്കണം. കാരണം
ടെൻസ് ഇല്ലാതെ ഇനി അങ്ങോട്ട് ഒരു ചാപ്റ്ററും നമുക്ക് എടുക്കാൻ പറ്റില്ല. എല്ലാ ചാപ്റ്ററും ടെൻസിനെ ബേസ് ചെയ്ത് പോകുന്നതാണ്. അപ്പൊ ടെൻസ് പഠിച്ചേ പറ്റൂ, നിർബന്ധമാണ്. ഓക്കെ, അപ്പോ ഇത്രയും കാര്യങ്ങളൊക്കെ ആണല്ലോ. സബ്ജക്റ്റിനെ കുറിച്ച് നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ക്ലിയർ ആണോ? അപ്പോൾ സ്ട്രക്ചർ എടുക്കുകയാണെങ്കിൽ സബ്ജക്റ്റ് എന്ന് പറഞ്ഞ പോർഷൻ നമ്മൾ പറഞ്ഞു, അത് കഴിഞ്ഞു. ഇനി നെക്സ്റ്റ് എന്താണ്? V1. വാട്ട് ഈസ് V1? നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തൊരു കാര്യമാണ് അല്ലെ. V1 എന്താണ്? V മീൻസ് വെർബ് ആണ്. നമ്മൾ വെർബിന് ചാപ്റ്റർ എടുത്തപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കുറച്ച് കാര്യങ്ങൾ അല്ലെ. വെർബ് V എന്ന് പറയുന്നത് വെർബാണ്. വെർബിന് തന്നെ 3 ഫോംസ് ഉണ്ട്, 3 ഫോംസ് ഉണ്ട്. അതിൽ ഫസ്റ്റ് വൺ V1, V2 ആൻഡ് V3. V1 പ്രസന്റ്, V2 പാസ്റ്റ്, V3 എന്താണ്? പാസ്റ്റ് പാർട്ടിസിപ്പിൾ. യാ, അല്ല V4 കൂടി ഉണ്ട്, ഞാനത് പറഞ്ഞോന്ന് എനിക്ക് അറിയില്ല. V4 എന്താണ്? പ്രസന്റ് പാർട്ടിസിപ്പിൾ ആണ്. മിസ് പറഞ്ഞു പറഞ്ഞിരുന്നു. ഓക്കെ, പ്രസന്റ് പാർട്ടിസിപ്പിൾ ആണ്. അപ്പോ അത് ക്ലിയർ ആണല്ലോ. അപ്പോ സ്ട്രക്ചർ എടുക്കുകയാണെങ്കിൽ എന്താണ് സബ്ജക്റ്റ് എന്നും എന്താണ് V1 എന്നും മനസ്സിലായല്ലോ. ക്ലിയർ അല്ലേ? യെസ്, ഇത്രയും കാര്യങ്ങൾ ഓക്കെ ആണല്ലോ, ഡൗട്ട് ഒന്നുമില്ലല്ലോ. ക്ലിയർ ആണ്. യെസ്. അപ്പോ ഇനി ഇതില് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിക്കേണ്ട ഒരു കാര്യം, ഇതിലൊരു റൂൾ ഉണ്ട്. ഈ ടെൻസിൽ മാത്രം ഒരു റൂൾ ഉണ്ട്. ആ റൂൾ എന്താണെന്ന് വെച്ചാല്, നമുക്ക് ഇനി സെന്റൻസ് പറയാം. ഇപ്പോ നേരത്തെ ലിൻഷ് ചോദിച്ചു സൺ റൈസ് ഇൻ ദ ഈസ്റ്റ് അല്ലേ എന്ന് ചോദിച്ചപ്പോ ഞാൻ പറഞ്ഞു സൺ റൈസസ് ഇൻ ദ ഈസ്റ്റ് ആണ് എന്ന് പറഞ്ഞു. ലിൻഷിക്ക് അറിയില്ല, ചിലപ്പോൾ ഡൗട്ട് വന്നിട്ടുണ്ടാകും എന്തുകൊണ്ട് ഈ റൈസസ് വന്നു അല്ലേ. അതാണ് ഇനി പറയാൻ പോകുന്നത്. അപ്പോ റൂൾ എഴുതിക്കോളൂ കേട്ടോ. സിംഗുലർ സബ്ജക്ട് യൂസ്ഡ് വിത്ത് സിംഗുലർ വെർബ് ആൻഡ് പ്ലൂറൽ സബ്ജക്ട് യൂസ്ഡ് വിത്ത് പ്ലൂറൽ വെർബ്. മലയാളത്തിൽ പറയുകയാണെങ്കിൽ സിംഗുലർ സബ്ജക്റ്റിന്റെ കൂടെ നമ്മൾ യൂസ് ചെയ്യേണ്ട വെർബ് എപ്പോഴും സിംഗുലർ ആയിരിക്കണം. ഓക്കെ, സിംഗുലർ സബ്ജക്റ്റിന് കൂടെ സിംഗുലർ വെർബും പ്ലൂറൽ സബ്ജക്റ്റിന്റെ കൂടെ പ്ലൂറൽ വെർബും ആണ് യൂസ് ചെയ്യേണ്ടത്. ഓക്കെ, സിംഗുലർ സബ്ജക്റ്റിന്റെ കൂടെ സിംഗുലർ വെർബും പ്ലൂറൽ സബ്ജക്റ്റിന്റെ കൂടെ പ്ലൂറൽ വെർബും ആണ് യൂസ് ചെയ്യേണ്ടത്. ക്ലിയർ ആണോ? അപ്പൊ എന്താണ് ഈ സിംഗുലർ വെർബും പ്ലൂറൽ വെർബും എന്താ? എനി ഐഡിയ? മാം അതൊന്നും കൂടി പറഞ്ഞുതരോ? അതായത് ഇപ്പൊ നമ്മള് സബ്ജക്റ്റിനെ കുറിച്ച് പഠിച്ചപ്പോ സിംഗുലർ സബ്ജക്ട് ഏതൊക്കെയാണ്, പ്ലൂറൽ സബ്ജക്ട് ഏതൊക്കെയാണെന്ന് പഠിച്ചു അല്ലെ. ഇനി വെർബിലേക്ക് വരാണെങ്കിലോ, എന്തായാലും ഈ സബ്ജക്റ്റിന്റെ കൂടെ നമ്മൾ വെർബ് ആഡ് ചെയ്യണം. ഇപ്പോ ഞാൻ പഠിക്കുന്നു എന്ന് പറയണമെങ്കിൽ ഐ സ്റ്റഡി എന്ന് പറയണം. ഐ സ്റ്റഡി, അവിടെ സബ്ജക്റ്റും വെർബും ആണ് നമ്മൾ യൂസ് ചെയ്തത്. പക്ഷെ ഇതെങ്ങനെ യൂസ് ചെയ്യണം, ഏത് സബ്ജക്റ്റിന് കൂടെ ഏത് വെർബാണ് യൂസ് ചെയ്യേണ്ടത് എന്ന് ഈ ടെൻസിൽ ഒരു റൂൾ ഉണ്ട്. ആ റൂളിനെ കുറിച്ചാണ് ഞാനിപ്പോ പറഞ്ഞത്. അതായത് സിംഗുലർ സബ്ജക്റ്റ് ആണ് നമ്മൾ യൂസ് ചെയ്യണമെങ്കിൽ അതിന്റെ കൂടെ വരേണ്ട വെർബ് എന്തായിരിക്കണം? സിംഗുലർ ആയിരിക്കണം. ഓക്കെ, സിംഗുലർ സബ്ജക്റ്റിന് കൂടെ നമ്മൾ സിംഗുലർ വെർബും പ്ലൂറൽ സബ്ജക്റ്റിന് കൂടെ പ്ലൂറൽ വെർബും ആണ് യൂസ് ചെയ്യേണ്ടത്. ഈ റൂൾ എന്തോ സൺ പ്ലൂറൽ ആണ്. ഇല്ല, ഞാൻ പറഞ്ഞുതരാം കേട്ടോ. സൺ പ്ലൂറൽ ഇല്ല. ഈ റൂൾ എഴുതി വെക്കൂ. കുറച്ചുകൂടെ അതിനെ കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. ആ റൂൾ എഴുതി വെക്കൂ. പ്ലൂറൽ സബ്ജക്റ്റിന് കൂടെ പ്ലൂറൽ വെർബും സിംഗുലർ സബ്ജക്റ്റിന് കൂടെ സിംഗുലർ വെർബും യൂസ് ചെയ്യണം. റൂളാണ്, ഇമ്പോർട്ടന്റ് ആണെന്ന് വേണമെങ്കിൽ നോട്ട് ചെയ്ത് വെക്കാം. ഓക്കെ, എഴുതിയോ? ഇനി നിങ്ങൾക്ക് വരുന്ന ഡൗട്ട് എന്താണ് ഈ പ്ലൂറൽ വെർബും സിംഗുലർ വെർബും? നമ്മളിപ്പോ ഒരുപാട് വെർബ് നമ്മൾ എഴുതി അല്ലെ. ഞാൻ കുറച്ച് നോട്ട്സ് വന്നിട്ടുണ്ടായിരുന്നു V1. അതില് V1 ഫോമിൽ വരുന്ന എല്ലാ വെർബും പ്ലൂറൽ ആണ്. മനസ്സിലായോ? റൈറ്റ്, റീഡ്, പ്ലേ, കം അല്ലെ, കം, ഗോ, ഇതെല്ലാം എന്താണ്? പ്ലൂറൽ വെർബാണ്. മനസ്സിലായോ? നമ്മൾ നോർമലി പഠിക്കുന്ന എല്ലാ V1 ഫസ്റ്റ് അല്ലെങ്കിൽ ബേസ് ഫോം ഓഫ് ദി വെർബ്
എല്ലാം പ്ലൂറൽ ആണ്. പിന്നെ എങ്ങനെ ഇത് സിംഗുലർ ആക്കാം? നമ്മൾ വെർബിന് എന്താ ചെയ്യുന്നേ? സിംഗുലർ ആക്കാണ് ചെയ്യുന്നത് കേട്ടോ. അതായത് സബ്ജക്റ്റിനെ ബേസ് ചെയ്ത് നമ്മൾ വെർബിനെ എന്ത് ചെയ്യും? സിംഗുലർ ആക്കും. ഇപ്പൊ സിംഗുലർ സബ്ജക്റ്റ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നതെങ്കിൽ നമ്മൾ വെർബ് എന്തെടുക്കും? സിംഗുലർ വെർബ് എടുക്കും. അപ്പൊ ഈ വെർബിനെ നമ്മൾ എന്ത് ചെയ്യും? സിംഗുലർ ആക്കും. അതെങ്ങനെയാണ്? ഇപ്പോ പ്ലേ ആണ് എടുക്കുന്നെങ്കിൽ പ്ലേ, എങ്ങനെയാ സിംഗുലർ ആക്കാം? ജസ്റ്റ് ഒരു എസ് ആഡ് ചെയ്യാം. ഓക്കെ, അത് ഇപ്പൊ പറയുന്ന ഈ വേർഡിനെ ബേസ് ചെയ്തിരിക്കും കേട്ടോ. പ്ലേ ആണെങ്കിൽ എന്താണ്? പ്ലേ പ്ലൂറൽ ആണെങ്കിൽ എസ് ആഡ് ചെയ്യുമ്പോൾ പ്ലേസ്, പ്ലേസ് വരും. പ്ലേസ് എന്താണ്? സിംഗുലർ ആണ്, സിംഗുലർ വേർബ് ആണ്. പ്ലേ പ്ലേസ് ആകും. ആൻഡ് റീഡ് എന്താകും? റീഡ്സ് ആകും. റൈറ്റ് റൈറ്റ്സ്. ഗോ എന്താകും? ഗോസ് ആണ് കേട്ടോ. ഇഎസ് ആഡ് ചെയ്യും, ഗോസ്. ക്ലിയർ ആയോ? യെസ്, ഇതാണ് എന്ത്? പ്ലൂറൽ വെർബും സിംഗുലർ വെർബും. നമ്മൾ നോർമലി പഠിച്ച എല്ലാ വെർബും പ്ലൂറൽ ആണ്. നമ്മൾ സിംഗുലറൈസ് ചെയ്യാണ് ചെയ്യുക. അതായത് എസ്ഒ ഇഎസ്ഒ, അത് വേർഡിനെ പറയുന്ന ആ ഒരു വേർഡിനെ ബേസ് ചെയ്തിട്ടാണ് എസ് ആണോ ഇഎസ് ആണോ നമ്മൾ ആഡ് ചെയ്യാൻ നോക്കാം കേട്ടോ. അപ്പൊ ഗോ ആണെങ്കിൽ നമ്മൾ ഇഎസ് ആണ് ആഡ് ചെയ്യുക, ഗോസ് വരും. ക്ലിയർ ആയോ? അപ്പൊ നമ്മൾ എന്തൊക്കെയാ പഠിച്ചേ? സ്ട്രക്ചർ പഠിച്ചു. സബ്ജക്ട് പ്ലസ് V1 ആണ് സ്ട്രക്ചർ. ഇതിൽ സബ്ജക്ട് ഏതൊക്കെയാണ്? ഐ, യു, വി, ദേ, ഹി, ഷീ, ഇറ്റ്, എവരിബഡി. അതിൽ സിംഗുലർ സബ്ജക്റ്റ് ഉണ്ട്, പ്ലൂറൽ സബ്ജക്റ്റ് ഉണ്ട്. ഐ, യു, വി, ദേ ആണ് പ്ലൂറൽ സബ്ജക്ട്. ആൻഡ് സിംഗുലർ സബ്ജക്റ്റ് ഏതൊക്കെയാണ്? ഹി, ഷീ, ഇറ്റ്, എവരിബഡി ആണ് സിംഗുലർ സബ്ജക്റ്റ്. ഓക്കെ, ആൻഡ് റൂൾ എന്താണ്? പ്ലൂറൽ സബ്ജക്റ്റിനും കൂടെ പ്ലൂറൽ വെർബും സിംഗുലർ സബ്ജക്റ്റിനും കൂടെ സിംഗുലർ വെർബ് ആണ് യൂസ് ചെയ്യേണ്ടത്. അതാണ് മെയിൻ റൂൾ എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ ഇതിൽ വെർബ് റൈറ്റ് എന്ന് പറയുന്ന വെർബ് പ്ലൂറൽ ആണ്. ഇനി എങ്ങനെ സിംഗുലർ ആക്കാം? വെറും എസ് ആഡ് ചെയ്യുക, കൂടെ ഒരു എസ് ആഡ് ചെയ്യുക. എന്താ? റൈറ്റ്സ് ആകും. റൈറ്റ്, റൈറ്റ്സ്. അപ്പൊ റൈറ്റ്സ് എന്ന് പറയുന്നത് എന്താണ്? സിംഗുലർ വെർബാണ്. പ്ലേ ആണെങ്കിൽ പ്ലേസ് ആണ്. ക്ലിയർ ആയോ? ഇത്രയും കാര്യങ്ങൾ മനസ്സിലായോ? ഓക്കെ, മാക്സിമം എല്ലാ പ്ലൂറൽ വെർബും സിംഗുലർ വെർബ് ആക്കുന്നത് എസ് വെച്ചിട്ടാണോ? അതെ, അത് ആ വേർഡിനെ ബേസ് ചെയ്തിട്ടാണ് കേട്ടോ. ഗോ ആണെങ്കിൽ ആ സ്പെല്ലിംഗ് മിസ്റ്റേക്ക്, കുറച്ച് സ്പെല്ലിംഗ്. ഇപ്പോ ഗോ ആണെങ്കിൽ നമ്മൾ വെറും എസ് അല്ല ആഡ് ചെയ്യുക, ഇഎസ് ആഡ് ചെയ്യും. അങ്ങനെ എസ് ചേർക്കാത്ത അങ്ങനത്തെ വെർബുകളുണ്ടോ? മീൻസ് പ്ലൂറൽ വെർബ് സിംഗുലർ വെർബ് ആക്കുമ്പോഴും എല്ലാത്തിനും എസ് തന്നെയാണ് ചേർക്കുന്നത്. അത് എസ് ചേർക്കാത്ത പ്ലൂറൽ വെർബ്സ് ഉണ്ടോ? മീൻസ് സിംഗുലർ വെർബ്സ് ഉണ്ടോ? ഇല്ല, മിക്ക നമ്മള് ഓൾമോസ്റ്റ് എസ് തന്നെയാണ് ആഡ് ചെയ്യുക. ഇനി ഇപ്പൊ പറയുന്ന പോലെ ഗോ എന്നൊക്കെ പറയുന്ന പോലെ ചില വെർബ് മാത്രമാണ് ഇഎസ് ആഡ് ചെയ്യേണ്ടുള്ളൂ. ഓൾമോസ്റ്റ് എസ് തന്നെയാണ് കേട്ടോ ആഡ് ചെയ്യുന്നത്. ഓക്കെ, യെസ്. ഇനി സെന്റൻസ് പറയേണ്ടത് നമുക്ക്. സെന്റൻസ് പറയുമ്പോൾ കുറച്ചുകൂടി നിങ്ങൾക്ക് ക്ലിയർ ആവും. ഇപ്പോൾ എങ്ങനെ വന്നാലും നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ട്, ഒരു കൺഫ്യൂഷൻ എന്തായാലും ഉണ്ടാവും. ഇത്രയും കാര്യങ്ങൾ കേൾക്കുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടാണെന്ന് എനിക്കറിയാം. പെട്ടെന്നൊന്നും നമ്മൾ സ്പീഡിലൊന്നും ടെൻസ് എടുത്ത് പോകില്ല കേട്ടോ. പതുക്കെ പതുക്കെ പോവുള്ളൂ, പഠിച്ചിട്ടേ പോകുള്ളൂ. ഓരോരുത്തരെ കൊണ്ടൊക്കെ ഞാൻ പറയിപ്പിക്കും. പറഞ്ഞ് പഠിച്ചാൽ മാത്രമേ ഇത് പഠിക്കുള്ളൂ കേട്ടോ, അല്ലാതെ പഠിക്കില്ല. എനിക്കിപ്പോ മനസ്സിലാകുന്നില്ലല്ലോ, പഠിച്ചിട്ട് കിട്ടുന്നില്ലല്ലോ എന്ന് ആരും ഓർത്ത് വിഷമിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ സ്ലോ ആയിട്ട് മാത്രമേ പഠിക്കുന്നുള്ളൂ. ഓക്കെ, അതുകൊണ്ട് ക്ഷമയോടുകൂടി പഠിക്കുക, അത്രയേ ഉള്ളൂ. ക്ഷമ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. പേഷ്യൻസ് വേണം. ഓക്കെ, എന്നാൽ മാത്രമാണ് ഈ ടെൻസ് പഠിക്കാൻ പറ്റൂ. അയ്യോ ഇപ്പോ എനിക്ക് തലേ കയറുന്നില്ലോ, മിസ് പറയുന്ന ഒന്നും എനിക്ക് മനസ്സിലാകുന്നില്ലോ, തലേ കയറുന്നില്ലോ എന്നൊരു ടെൻഷൻ നിങ്ങൾക്ക് എന്തായാലും ഇപ്പൊ ഉണ്ടാകും. കാര്യാക്കണ്ട, പഠിക്കും, എന്തായാലും പഠിക്കും. ഓക്കെ, പഠിപ്പിച്ചിട്ടേ ഞാൻ പോകും. ഓക്കെ, അപ്പോ ഇനി ഈ സ്ട്രക്ചറിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ സെന്റൻസ് ഉണ്ടാക്കാൻ പോകുന്നത് കേട്ടോ. സബ്ജക്ട് പ്ലസ് V1 എന്നാണ് ഞാൻ പറഞ്ഞത്. ഒരു കാര്യം ചെയ്യുക, നിങ്ങൾ ഞാൻ പറയുന്ന മലയാളം നിങ്ങളൊന്ന് ട്രാൻസ്ലേറ്റ് ചെയ്തേ. എക്സാമ്പിൾ, ഞാൻ കളിക്കുന്നു. ഞാൻ കളിക്കുന്നു. I am playing. I am playing. എന്തോ? I play. I play. I play. I am playing. യാ, സന്തോഷായി. ഇപ്പോഴാണ് എനിക്ക് സന്തോഷമായത്.
ഇത്രയും നമ്മൾ കേട്ടിട്ടുണ്ടോ? രാമായണം മുഴുവൻ പറഞ്ഞിട്ട് രാമൻ സീത ആരെന്ന് ചോദിക്കില്ലേ? സെയിം. ഇത്രയും ഞാൻ പഠിപ്പിച്ചിട്ട് അയാം പ്ലേ. ഇവിടെ ഈ അയാം എങ്ങനെ വന്നു എന്ന് പറഞ്ഞല്ലോ ആരെങ്കിലും എനിക്ക്? ഈ അയാം എന്ന് പറഞ്ഞവർ ഈ അയാം എങ്ങനെ കിട്ടി? ആര് പഠിപ്പിച്ചു തന്നു? പറയൂ. നമുക്ക് അതിന്റെ ഒന്നും ആവശ്യമില്ല. ഞാൻ പറഞ്ഞു സബ്ജക്റ്റും വെർബും മാത്രം മതി. അപ്പോ ഞാൻ കളിക്കുന്നു എന്ന് പറയുന്ന സെന്റൻസില് സബ്ജക്ട് ഏതാണ്? ഐ ആണ്. ഐ. അത്രയേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. ഐ. ഇനി വെർബ് എന്താണ് അവിടെ? ആണ്. അപ്പം ഐ പ്ലേ. ഐ പ്ലേ എന്ന് പറയുന്നത് ഞാൻ കളിക്കുന്നു എന്ന് തന്നെയാണ് കേട്ടോ. ഓക്കെ, കുറച്ചുകൂടി നമുക്ക് സെന്റൻസ് വലുതാക്കണ്ടേ? എക്സ്റ്റെൻഡ് ചെയ്യാം. ഞാൻ ക്രിക്കറ്റ് കളിക്കുന്നു. പറയൂ. ഐ പ്ലേ ക്രിക്കറ്റ്. ഐ പ്ലേ ക്രിക്കറ്റ്. കുറച്ചുകൂടി എക്സ്റ്റെൻഡ് ചെയ്യാം നമുക്ക്. ഞാൻ എന്നും രാവിലെ ഗ്രൗണ്ടിൽ ക്രിക്കറ്റ് കളിക്കുന്നു. I play cricket every morning. ഓക്കെ, ഞാൻ എന്നും രാവിലെ ഗ്രൗണ്ടിൽ ക്രിക്കറ്റ് കളിക്കുന്നു. I play cricket every morning in the ground. Yeah, very good. I play cricket every morning in the ground. Clear? ഇതെന്താണ്? സിമ്പിൾ പ്രസന്റ് ടെൻസ് ആണ്. നമുക്ക് ഇതിൽ അറിഞ്ഞിരിക്കേണ്ട എന്താണ്? സബ്ജക്റ്റും വെർബും മാത്രം അറിഞ്ഞാൽ മതി. ബാക്കിയെല്ലാം ഒബ്ജക്റ്റ് ആണ് അല്ലെ? ഒബ്ജക്റ്റ് വരുന്നുണ്ട്, പ്രപ്പോസിഷൻസ് വരുന്നുണ്ട്, ബാക്കിയെല്ലാം പിന്നീടാ വരുന്നത് കേട്ടോ. ഫസ്റ്റ് എന്താണ്? ഈ പറയുന്ന സബ്ജക്റ്റും വെർബാണ് ആദ്യം വരാം. ഓക്കെ, അതിനുശേഷമാണ് പിന്നെ ഒബ്ജക്റ്റിലേക്കും പ്രപ്പോസിഷനിലേക്കൊക്കെ പോകുന്നത് കേട്ടോ. അപ്പൊ ഫസ്റ്റ് സബ്ജക്റ്റ് ആഡ് ചെയ്യുക, അതിന്റെ കൂടെ തന്നെ എന്താണ്? വെർബ് വരണം. ഓക്കെ, അപ്പൊ ഐ പ്ലേ ക്രിക്കറ്റ് എവറി മോർണിംഗ് ഇൻ ദ ഗ്രൗണ്ട്. ക്ലിയർ? ഇനി ഐ മാറ്റാം നമുക്ക്. ഐ വേണ്ട. ഇനി അത് അവനാണെങ്കിലോ? അവൻ എന്നും രാവിലെ ഗ്രൗണ്ടിൽ ക്രിക്കറ്റ് കളിക്കുന്നു എന്നാണെങ്കിൽ വെരി ഗുഡ്. ഹി പ്ലേസ് ക്രിക്കറ്റ്. പ്ലേസ് വരും. ആ ഒരു ചേഞ്ച് മാത്രമേ അവിടെ വരുന്നുള്ളൂ കേട്ടോ. ഹി പ്ലേസ്. നിങ്ങൾ വിചാരിക്കും അയ്യോ ചെറിയൊരു മിസ്റ്റേക്ക് ആണ് അല്ലെ? ചെറുതാണെങ്കിൽ പോലും അത് ഗ്രാമർലി മിസ്റ്റേക്ക് ആണ്. അപ്പോ അത് സിംഗുലർ സബ്ജക്റ്റ് ആയതുകൊണ്ടാണ് അവിടെ പ്ലേസ് വന്നത്. അത്രയേ ഉള്ളൂ, അല്ലാതെ വേറെ ഒരു മാറ്റം അവിടെ വരുന്നില്ല. ഹി പ്ലേസ് ക്രിക്കറ്റ് എവറി മോർണിംഗ് ഇൻ ദ ഗ്രൗണ്ട്. അത്രയേ ഉള്ളൂ. ഓക്കെ, ക്ലിയർ ആണല്ലോ? മനസ്സിലായില്ലേ? ഇതാണ് എന്ത്? സിമ്പിൾ പ്രസന്റ് ടെൻസ്. ഇനി ഈ പറയുന്ന സൂര്യൻ കിഴക്കുദിക്കുന്നു, ലൻഷ് പറഞ്ഞത്. ഇതില് സൺ, സൂര്യൻ എന്താണ്? ഏത് സബ്ജക്റ്റ് ആയിരിക്കും ഈ പറയുന്ന സൂര്യൻ? സണ്ണ്. പ്ലൂറൽ ആണോ? പ്ലൂറൽ ആയിരിക്കും. സിംഗുലർ അല്ലേ? സൺ സിംഗുലർ ആണ് കേട്ടോ. കാരണം ഈ ഇറ്റ് വന്നിരിക്കുന്ന എവിടെയാണ്? ഇറ്റ് സിംഗുലർ. യെസ്. സൺ എന്ന് പറയുന്നത് ഒരു ഹ്യൂമൻ ബീയിങ് ഒന്നല്ലല്ലോ, ജസ്റ്റ് തിങ്ക്, ഒരു വസ്തുവാണെന്ന് പറയാം. വസ്തുവിൽ അങ്ങനെയൊക്കെ പെടുത്താൻ പറ്റുള്ളൂ. ഇറ്റാണ് അല്ലെ? എന്റെ സബ്ജക്ട് വരുന്ന ഇറ്റാണ്. അതുകൊണ്ട് തന്നെ സൺ എന്താണ്? സിംഗുലർ ആണ്. അതുകൊണ്ടാണ് റൈസസ് എന്ന് നമ്മൾ യൂസ് ചെയ്യുന്നത്. സൺ റൈസസ് ഇൻ ദ ഈസ്റ്റ്, അങ്ങനെയാ പറയാ. ഇത് സൺ എന്ന് പറയുന്നത് സിംഗുലർ ആയതുകൊണ്ടാണ് റൈസ് എന്തായത്? റൈസസ് ആയത്. ക്ലിയർ ആയോ? യെസ്. ഇത്രയേ ഉള്ളൂ കേട്ടോ ഈ പറയുന്ന സിമ്പിൾ പ്രസന്റ് ടെൻസ്. നമ്മള് ഒരു റുട്ടീൻ പറഞ്ഞു അല്ലെ, ഒരു ഹാബിറ്റ് പറഞ്ഞല്ലോ. ഞാൻ ഇന്ന് രാവിലെ ക്രിക്കറ്റ് കളിക്കുന്നു എന്ന് പറഞ്ഞൊരു ഹാബിറ്റ് ആണ്, അത് ശീലാണ്. അതും പറഞ്ഞു, ഒരു യൂണിവേഴ്സൽ ട്രൂത്തും പറഞ്ഞു, സൺ റൈസസ് ഇൻ ദ ഈസ്റ്റ്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ മനസ്സിലായോ? നമ്മൾ സാധാരണ വെർബിന്റെ കൂടെ എസ് ചേർക്കുമ്പോ പ്ലൂറൽ ആണ് അല്ലെ? പ്ലൂറൽ അല്ലേ? ജസ്റ്റ് ഓപ്പോസിറ്റ് ആണ്. കാരണം നൗണിന് എടുക്കുകയാണെങ്കിൽ നൗൺ ഓപ്പോസിറ്റ് ആണ്. എസ് ആഡ് ചെയ്താൽ നൗൺ എന്തായി? പ്ലൂറൽ നൗൺ ആയിട്ട് മാറും. അത് വെർബിലേക്ക് വരുമ്പോ എന്താണ്? അത് സിംഗുലർ ആണ്. അത് എപ്പോഴും കൺഫ്യൂഷൻ വരരുതട്ടോ, പഠിക്കണം. പ്ലൂറൽ നൗൺ എന്ന് പറയുന്നത് എസ് ആഡ് ചെയ്യുന്നത്, അതായത് നൗൺ ആണ്. ഓക്കെ, നൗണ് നമുക്ക് പ്ലൂറൽ ആക്കണമെങ്കിൽ എസ് ആഡ് ചെയ്താൽ മതി. പക്ഷെ വെർബിന് നമുക്ക് സിംഗുലർ ആക്കാനാണ് എസ് ആഡ് ചെയ്യേണ്ടത്. ഓപ്പോസിറ്റ് ആണ്. രണ്ടും മാറിപ്പോകാൻ പാടില്ല കേട്ടോ. പറഞ്ഞ് പഠിക്കണം, ഇമ്പോർട്ടന്റ് ആണേ.
പറഞ്ഞ് മനസ്സിലാക്കി പഠിച്ചേ പറ്റൂ. അപ്പോൾ നെക്സ്റ്റ് ക്ലാസ്സിൽ വരുമ്പോ ഇന്നെടുത്ത ഈ സിമ്പിൾ പ്രസന്റ് ടെൻസ് ഫസ്റ്റ് മുതലേ എല്ലാവരും പഠിച്ചിട്ട് വരാ ക്ലാസ്സിൽ പ്രസന്റ് ചെയ്യണം. അതായത് ഇത്രയേ ഉള്ളൂ. സിമ്പിൾ പ്രസന്റ് ടെൻസ് എവിടെ, ഫസ്റ്റ് നമ്മൾ ടെൻസിനെ കുറിച്ച് പറയാം. ടെൻസ് എന്താണ്, ടെൻസിൽ എത്ര ആക്ഷൻസ് ഉണ്ട്, അതിൽ ഒരു ആക്ഷൻ ആണ് സിമ്പിൾ പ്രസന്റ് ടെൻസ്. സിമ്പിൾ പ്രസന്റ് ടെൻസ് നമ്മൾ എവിടേക്കാണ് യൂസ് ചെയ്യേണ്ടത്, അതിന്റെ സ്ട്രക്ചർ എന്താണ്, സ്ട്രക്ചർ നമ്മൾ കുറച്ചുകൂടെ എലാബറേറ്റ് ചെയ്യുക. സബ്ജക്ട് എന്താണ്, അതിൽ സിംഗുലർ സബ്ജക്ട് ഏതാണ്, പ്ലൂറൽ സബ്ജക്ട് ഏതാണ്. ദെൻ വെർബിനെ കുറിച്ച് പറയാ, സിംഗുലർ വെർബ് പ്ലൂറൽ വെർബിനെ കുറിച്ച് പറയാ. ദെൻ അതിന്റെ റൂള് പറയാ. ദെൻ ഒരു ലെങ്തി ഒരു സെന്റൻസ് സ്വന്തമായിട്ട് തന്നെ ക്രിയേറ്റ് ചെയ്യുക. അതും ഈ പറയുന്ന സിംഗുലർ സബ്ജക്റ്റിനെ ബേസ് ചെയ്ത് പ്ലൂറൽ സബ്ജക്റ്റിനെ ബേസ് ചെയ്ത് സെന്റൻസ് ക്രിയേറ്റ് ചെയ്യുക. ഇത്രയും കാര്യങ്ങൾ നെക്സ്റ്റ് ക്ലാസ്സിൽ വരുമ്പോൾ എല്ലാവരും പ്രിപ്പയർ ചെയ്ത് പഠിച്ചിട്ട് വരാം. കാണാപ്പാടം പഠിക്കാതെ ബൈ ഹാർട്ട് പഠിക്കുകയും ചെയ്യരുത്, മനസ്സിലാക്കി പഠിക്കുക, പറഞ്ഞു പഠിക്കുക, പരസ്പരം ഗ്രൂപ്പിൽ ഡിസ്കസ് ചെയ്തോ എങ്ങനെ വേണമെങ്കിലും പറഞ്ഞ് പഠിപ്പിക്കുക. ഓക്കെ, നമ്മൾ പഠിച്ച കാര്യങ്ങൾ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുമ്പോൾ കുറച്ചുകൂടി ക്ലിയർ ആകും. അതുകൊണ്ട് അങ്ങനെ പഠിച്ചിട്ട് വരാം. നെക്സ്റ്റ് ക്ലാസ്സിൽ എല്ലാവരെ കൊണ്ട് ഞാൻ പ്രസന്റ് ചെയ്യിക്കും. എല്ലാവരും ഇനി മനസ്സിലാകുന്നില്ല, എനിക്ക് കിട്ടുന്നില്ല മിസ്സേ, മനസ്സിലാക്കാൻ പറ്റുന്നില്ല മിസ്സേ എന്നാണെങ്കിൽ നെക്സ്റ്റ് ക്ലാസ്സിൽ വരൂ, നമുക്ക് ഒന്നുകൂടെ പറയാം. ഓക്കെ, അതുകൊണ്ട് ആ ഒരു ടെൻഷൻ വേണ്ട കേട്ടോ. പെട്ടെന്ന് ചിലപ്പോൾ ആർക്കെങ്കിലും മനസ്സിലാക്കിയെന്ന് വരില്ല. അപ്പോൾ ഡൗട്ട് ഉണ്ടെങ്കിൽ നെക്സ്റ്റ് ക്ലാസ്സിൽ വരുമ്പോൾ ചോദിക്കൂ, നമുക്കൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം, അല്ലെങ്കിൽ ഒന്നുകൂടെ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ക്ലാസ്സിലിരിക്കുന്ന ഓരോരുത്തരും എൻ്റെ ഒരു ആഗ്രഹമാണ്, ഓരോരുത്തരും ഈ ടെൻസ് പഠിച്ചിട്ടേ പോകാൻ പാടുള്ളൂ കേട്ടോ. അതുകൊണ്ട് എനിക്ക് ഓരോരുത്തരെയും വിളിച്ച് നിങ്ങൾക്ക് മനസ്സിലായോ എന്ന് ചോദിക്കാൻ പറ്റില്ല. നിങ്ങൾക്ക് അറിയാലോ, നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് തന്നെ അറിയാലോ. അപ്പൊ എന്നോട് ചോദിക്കാം, മിസ് എന്തെങ്കിലും വിചാരിക്കൂ എന്നൊന്നും ചിന്തിക്കണ്ട, ഞാനൊന്നും വിചാരിക്കില്ല. എനിക്ക് ഈ ക്ലാസ്സിലുള്ള എല്ലാവരും ഇത് പഠിച്ചിട്ട് പോയാൽ മതി എന്നൊരു ആഗ്രഹം മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് നിങ്ങൾ തന്നെ എന്നോട് ഇനിഷ്യേറ്റീവ് എടുത്ത് ചോദിക്കുക, എന്നാൽ മാത്രമേ എനിക്ക് അറിയാൻ പറ്റൂ കേട്ടോ നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെന്ന്. ക്ലിയർ ആയല്ലോ? അതുകൊണ്ട് ചോദിക്കാതിരിക്കരുതേ, എല്ലാവരോടും കൂടിയാ പറയുന്നത്, ചോദിക്കാതിരിക്കരുത്. എന്ത് ഡൗട്ട് ആണെങ്കിലും, അതെന്ത് പൊട്ടത്തരം ആണെങ്കിലും, എന്ത് പൊട്ട ഡൗട്ട് ആണെങ്കിലും ചോദിച്ചോളൂ, പറയാം, ഞാൻ റെസ്പോണ്ട് ചെയ്യാം, ക്ലിയർ ചെയ്യാം നമുക്ക്. ഓക്കെ, ക്ലാസ് ഓക്കെ ആയിരുന്നല്ലോ അല്ലെ? വേറെ ഇഷ്യൂസ് ഒന്നും ഉണ്ടായില്ലല്ലോ? ഞാൻ പറയുന്നത് ക്ലിയർ ആയിരുന്നു, വിസിബിൾ ആയിരുന്നു അല്ലെ? ഓക്കെ ആയിരുന്നല്ലോ? ഓക്കെ, അപ്പോ അറിയില്ല നെക്സ്റ്റ് ക്ലാസ് ഇനി എങ്ങനെയാണെന്നൊന്നും എനിക്ക് അറിയില്ല കേട്ടോ. മാക്സിമം സിറ്റുവേഷൻ അറിയില്ല എനിക്ക്. ഇന്ന് കറക്റ്റായിട്ട് അറിയാൻ പറ്റും ടിക്കറ്റ് ഒക്കെ ഓക്കെ ആണോ എന്നൊക്കെ ഇന്നറിയാൻ പറ്റുള്ളൂ. സോ ബാക്കിയെല്ലാം ഓക്കെ ആണെങ്കിൽ ഞാൻ ക്ലാസ്സിൽ വരും, ഇല്ലെങ്കിൽ അറിയാലോ ഹാൻഡ് ഓവർ ചെയ്യും ഞാൻ. ഓക്കെ, ബാക്കി വരൂ അടുത്ത ക്ലാസ്സിൽ. പോസിറ്റീവായി ചിന്തിക്കും മിസ്, എല്ലാം ശരിയാവും. പക്ഷെ എത്രയും പെട്ടെന്ന് വരട്ടെ, വരാതിരുന്നിട്ട് കാര്യമില്ല, എത്തണം. എന്നാലും ഞാൻ ടെൻഷൻ ഫ്രീ ആവും, എല്ലാ കാര്യങ്ങളൊന്നും കഴിയട്ടെ. ഓക്കെ, എന്തായാലും നാളെ എൻ്റെ കാര്യങ്ങൾ ചിലപ്പോൾ ഞാൻ പറയാം, ആതിര മിസ് പറയൂ കേട്ടോ. ഓക്കെ, ഇവിടെ എനിക്കൊന്നും അത്രയും ഒന്നും സംസാരിക്കാൻ പറ്റില്ല. അപ്പോ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം കേട്ടോ. സൈൻ ഔട്ട് പറയും. മിസ്സിന്റെ സങ്കടം കാണുമ്പോൾ സൈനോട്ടൊന്നും പറയാൻ തോന്നുന്നില്ല മിസ്സേ. സ്ട്രോങ് ആയിട്ടിരിക്കൂ, ഞാൻ എന്നോട് തന്നെ പറയുന്നതാണ്, അത്രയേ ഉള്ളൂ. ഓക്കെ, അപ്പോ സൈൻ ഔട്ട് ഇല്ല, ഞാൻ തന്നെ സൈൻ ഔട്ട് പറയാണ് കേട്ടോ. സോ താങ്ക് യു. ഇതെനിക്കൊരു ഫസ്റ്റ് എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ, ഇങ്ങനെ ഇവിടെ നിന്ന് ക്ലാസ് എടുക്കാം. ഓക്കെ, സോ താങ്ക് യു. അടുത്ത ക്ലാസ്സിൽ മിസ്സിനെ നല്ല ഹാപ്പി ആയിട്ട് കാണാൻ കഴിയട്ടെ. ഓക്കെ, സോ മൈൻഡ് അപ്പ് ചെയ്യണേ. Thank you all, and see you on the next class. Hope for the best. Okay, bye to all. Thank you, miss. Thank you, ma'am. Thank you for the